1986 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നു കൊറിയയിൽ. ഞാനിന്ന് കോട്ടയം വൈദിക സെമിനാരിയിൽ വിദ്യാർത്ഥിയാണ്. എൻ്റെ സഹപാഠി തോമസ് ഈശോ അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ചവരാണ്. അന്ന് കോട്ടയം സെമിനാരിയിൽ ടെലിവിഷൻ ഇല്ല. എന്നാൽ ഈ ഏഷ്യൻ ഗെയിംസ് കാണാൻ ഞങ്ങൾക്ക്, എന്നെ പോലെയുള്ള സ്പോർട്സ് പ്രേമികൾക്ക് താല്പര്യം തോന്നി. അന്നത്തെ ഞങ്ങളുടെ വാർഡനായിരുന്ന ഡോക്ടർ എബ്രഹാം ഗുരുവിനെ അച്ഛനോട് ഞങ്ങൾ അഭ്യർത്ഥിച്ച് ആദ്യമായി സെമിനാരിയിൽ ഒരു ടെലിവിഷൻ വാങ്ങിച്ചു. ഏഷ്യൻ ഗെയിംസ് കാണാനായിട്ട് ഇരിക്കുകയാണ്. അന്നത്തെ ഏഷ്യൻ ഗെയിംസിന്റെ പ്രത്യേകത, ഇന്ത്യക്ക് ഒരു സ്വർണ്ണ മെഡലെങ്കിലും ലഭിക്കും എന്ന് പൂർണ്ണ വിശ്വാസത്തിൽ ഒരാളെ അയച്ചിട്ടുണ്ട്. ആ അത്ലറ്റിനെ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ആളാണ്. മധ്യദൂര ഓട്ടക്കാരിയായ ഷൈനി എബ്രഹാം എന്നും പിൽക്കാലത്ത് ഷൈനി വിൽസൺ എന്നും അറിയപ്പെടുന്ന ഓട്ടക്കാരി 800 മീറ്ററിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അവർക്ക് സ്വർണ്ണ മെഡൽ കിട്ടുമെന്ന് ഇന്ത്യ മഹാരാജ്യത്ത് സകല മനുഷ്യരും ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ വൈദിക സെമിനാരിയിൽ ടെലിവിഷൻ സെറ്റിന് മുമ്പിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. ഷൈനി എബ്രഹാമിന്റെ ഓട്ട മത്സരം ആരംഭിക്കുന്നു. വളരെ കൗതുകത്തോടെ ടെലിവിഷനിൽ നോക്കിയിരിക്കുകയാണ്. ഓട്ടം ആരംഭിച്ചു. വെടിശബ്ദം മുഴങ്ങുകയും അതിവേഗം ഷൈനി കുതിച്ചു പായുകയും ചെയ്തു. നമ്മൾ സ്പോർട്സ് പ്രേമികളായ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ട് ഷൈനി അതിവേഗം കുതിച്ചു പായുകയാണ്. ഓട്ട മത്സരം അവസാനിച്ചു. ഷൈനി 1ാം സ്ഥാനത്ത് എത്തി. തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ പിന്നാലെ വരുന്ന ഓട്ടക്കാരൊക്കെ വളരെ ദൂരം പുറകിലാണ്. വിക്ടറി സ്റ്റാൻഡിൽ കയറി നിന്ന് ഷൈനി തന്റെ കഴുത്തിൽ സ്വർണ്ണ മെഡൽ അണിയുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ സകല മനുഷ്യരും ആവേശത്തോട് കണ്ടു. സെമിനാരിയിൽ ഞങ്ങളും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. പിറ്റേ ദിവസം രാവിലെ സെമിനാരിയിൽ അന്ന് വരുത്തിക്കൊണ്ടിരുന്ന ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പേജിൽ സ്വർണ്ണ മെഡൽ അണിഞ്ഞു നിൽക്കുന്ന ഷൈനിയുടെ ഫോട്ടോയിൽ അതിന്റെ താഴെ ഒരു കൊച്ചു വാചകം ചേർത്തിരുന്നു. ദ വിൻ ദാറ്റ് വാസ് നോട്ട് എന്നായിരുന്നു ആ വാചകം. അതായത് ഷൈനിയുടെ സ്വർണ്ണ മെഡൽ സംഘാടക സമിതി തിരികെ വാങ്ങിച്ചു. കാരണം അന്നത്തെ ആ ഓട്ട മത്സരത്തിന്റെ നിയമാവലി അനുസരിച്ച് 800 മീറ്റർ ഓട്ടത്തിന്റെ ആദ്യത്തെ 2 റൗണ്ടുകൾ അവർ ഏത് ട്രാക്കിൽ ഓടുന്നോ ആ ട്രാക്കിലൂടെ തന്നെ ഓടണം. 2 റൗണ്ട് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ട്രാക്കിൽ കയറി ഓടാം. പക്ഷേ വീഡിയോ റീപ്ലേയിൽ ഷൈനി ആദ്യം തന്നെ ട്രാക്ക് തെറ്റിച്ചു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് 1ാം സ്ഥാനത്തെത്തിയ ഷൈനിയുടെ സ്വർണ്ണ മെഡൽ തിരികെ വാങ്ങിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ലോകം മുഴുവൻ ആദരിക്കുന്ന യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ അരുമ ശിഷ്യൻ എന്ന് പറയാവുന്ന ചുറുചുറുക്കുള്ള വൈബ്രൻ്റായ ഒരു മനുഷ്യൻ, പത്രോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ആ മനുഷ്യനെ കുറിച്ച് ഞാൻ വായിച്ച കുറിവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുന്നു. പൊട്ടിക്കരയുകയാണ് ആ മനുഷ്യൻ. പത്രോസ് എന്ന മിടുമിടുക്കൻ പൊട്ടിക്കരയുന്ന ഒരു വാക്യമാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. തുടക്കം ഗംഭീരമായിരുന്നു, ഓട്ടം അതിഗംഭീരമായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ട്രാക്ക് തെറ്റിപ്പോയി. പ്രിയരെ, ഞാനൊരു വാചകം പറഞ്ഞ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തട്ടി വീഴാൻ സഹ്യപർവ്വതം വേണമെന്നില്ല, ഒരു ചെറിയ കല്ല് മതി നമ്മൾ മറിഞ്ഞു വീഴാൻ. ഞാൻ ആ വാചകം ആവർത്തിക്കാം. തട്ടി വീഴാൻ സഹ്യപർവ്വതം ആവശ്യമില്ല, ഒരു ചെറിയ കല്ല് മതി നാം വീണു പോകാനായി. ആരാണ് ഈ പത്രോസ്? എന്താണ് ഈ പത്രോസിന്റെ പ്രത്യേകത? എന്താണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാനായി ആഗ്രഹിക്കുന്നത്? നമുക്ക് ആദ്യം ഈ പത്രോസ് ആരാണെന്ന് നോക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 42 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് യോഹന്നാൻ സ്നാപകൻ എന്ന മനുഷ്യൻ ഗലീലക്കടലിന്റെ കരയിൽ നിന്ന് തീ പാറുന്ന വാക്കുകൾ വിളിച്ച് പറയുകയാണ്. തൻ്റെ മുമ്പിലേക്ക് വരുന്ന മനുഷ്യരെയൊക്കെ സർപ്പസന്തതികളെ എന്ന് വിളിച്ച് മനുഷ്യന് മുഴുവൻ മാനസാന്തര ആഹ്വാനം നൽകിയ ഒരു മനുഷ്യൻ.
യോഹന്നാൻ സ്നാപകന്റെ തീ മാറുന്ന വാക്കുകൾ കേട്ടപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ വിചാരിച്ചു ഇവനായിരിക്കാം വരും എന്ന് പറഞ്ഞ മശീഹ. അതുകൊണ്ട് ചെറുപ്പക്കാർ മുഴുവൻ യോഹന്നാന്റെ അടുത്തെത്തുകയാണ്. യോഹന്നാന്റെ അടുത്ത് പ്രതീക്ഷയോടെ നിൽക്കുന്ന ചെറുപ്പക്കാരോട് യോഹന്നാൻ പറയുകയാണ്, ഞാൻ മശീഹയല്ല, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറയുകയാണ്. അങ്ങനെ യോഹന്നാനും തൻ്റെ ശിഷ്യന്മാരും കൂടെ ഗലീലക്കടലിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ യേശു അതുവഴി നടന്നു വരുന്നു. യേശു നടന്നു വരുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഇതാ ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ കുഞ്ഞാട്, സാക്ഷാൽ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇവനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ എനിക്ക് യോഗ്യതയില്ലാത്തവനാണ് എന്ന്. ഇത് പറഞ്ഞു തീരുകയും യോഹന്നാന്റെ കൂടെ നിന്ന 2 ശിഷ്യന്മാർ യേശുവിന്റെ പിന്നാലെ നടക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ രസകരമായ ഒരു സംഭവം നമുക്കവിടെ കാണാം. യേശുവിൽ നിന്ന് അല്പം ദൂരെ മാറി 2 പേരും നടക്കുകയാണ്. അവർ നടക്കുന്നത് കണ്ടപ്പോൾ യേശു തിരിഞ്ഞ് അവരോട് ഒരു ചോദ്യം ചോദിച്ചു, വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അവിചാരിതമായ അപ്രതീക്ഷിതമായ ഒരു ചോദ്യം കേട്ടപ്പോൾ അവർക്ക് ഉത്തരം പറയുന്നതിനപ്പുറത്ത് അവരൊരു ചോദ്യം ചോദിക്കുകയാണ്, ടീച്ചർ വേർ ആർ യു സ്റ്റേയിങ്? നീ എവിടെയാണ് താമസിക്കുന്നത്? ഉടനെ യേശു അവരോട് പറഞ്ഞ മറുപടി കം ആൻഡ് സീ എന്നാണ്, വന്ന് കാൺമീൻ എന്ന്. അങ്ങനെ യേശുവിന്റെ പുറകെ പോയ 2 പേരിൽ ഒരാൾ അന്ത്രയോസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റേയാൾ യോഹന്നാനാണ് എന്നാണ് പുതിയ നിയമ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അന്ത്രയോസും യോഹന്നാനും അന്ന് യേശുവിനോടൊപ്പം താമസിക്കുന്നു. പിറ്റേന്ന് അന്ത്രയോസ് തൻ്റെ വീട്ടിലെത്തുന്നു. തൻ്റെ സഹോദരനായ ശീമോനെ കണ്ടിട്ട് ശീമോനോട് അന്ത്രയോസ് പറയുകയാണ്, ഞങ്ങൾ മശീഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ശീമോനെ വിളിച്ച് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ്. ശീമോൻ യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ യേശു ശീമോനെ ഒന്ന് നോക്കി. അവനെ ആകപ്പാടെ ഒന്ന് നോക്കിയിട്ട് യേശു പറയാണ്, നിന്റെ പേര് നിനക്ക് ചേരുന്നില്ല, അതുകൊണ്ട് നിന്റെ പേര് ഞാൻ മാറ്റാൻ പോവുകയാണ്. അരാമ്യ ഭാഷയിൽ, യേശുവിൻ്റെയൊക്കെ മാതൃഭാഷയായ അരാമ്യ ഭാഷയിൽ അവനെ കേഫ എന്ന് വിളിച്ചു. ആ കേഫ എന്ന അരാമ്യ വാക്കിൻ്റെ ഗ്രീക്ക് പരിഭാഷയുടെ മലയാള വിവർത്തനമാണ് പത്രോസ് എന്ന് നമ്മൾ വിളിക്കുന്ന പേര്. അങ്ങനെ ശീമോനായി യേശുവിൻ്റെ മുമ്പിൽ വന്ന് പത്രോസായി മാറിയ മനുഷ്യനെ കുറിച്ചാണ് ഈ രാത്രി നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ പത്രോസിൻ്റെ ജീവിതത്തിൽ വെച്ചടി കയറ്റമാണ്. അവനെ ശിഷ്യഗണത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. ഞാൻ പറയും, ജനറൽ ബോഡി മെമ്പറായി ശീമോനെ കർത്താവ് തിരഞ്ഞെടുക്കുന്നു. അല്പം കഴിഞ്ഞ് നമുക്ക് കാണാം, യേശു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ 3 പേരെ, 3 സംഘത്തെ തൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സായി യേശു തിരഞ്ഞെടുക്കുന്നു. അതിൽ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യനെ നമുക്ക് കാണാം. അതുകൊണ്ട് ഞാൻ പറയും, പീറ്റർ വാസ് പ്രൊമോട്ടഡ് ടു ദി എക്സിക്യൂട്ടീവ് കമ്മിറ്റി. കുറെ കൂടെ കഴിയുമ്പോൾ നമുക്ക് കാണാം, യേശു കർത്താവ് അവരെ വിളിക്കുകയാണ്, നീ വിശ്വാസത്തിന്റെ പാറയാണ്. അത് സഭയാണ് എന്ന് പറയുന്ന വ്യാഖ്യാനമുണ്ട്. എന്നാൽ യേശു പറയാണ്, ഈ പാറയിൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ അവനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അവൻ അതിവിശുദ്ധ പദവിയിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ്. ഞാൻ പറയും, ജീസസ് സംഘത്തിന്റെ CEO ആയി പത്രോസ് മാറ്റപ്പെടുകയാണ്. പാറ എന്ന് അർത്ഥം വരുന്ന കേഫ അഥവാ പത്രോസ് എന്ന് വിളിച്ച മനുഷ്യനെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. എന്താണ് ഈ മനുഷ്യനെ പറ്റിയത്? The rock solid Peter has broken into pieces. പാറയായ പത്രോസ് തകർന്ന് തരിപ്പണമായി പോയി, നിന്ന് അലറി വിളിച്ച് കരയുകയാണ്. എന്താണ് പത്രോസിന് സംഭവിച്ചതെന്ന് ഇന്ന് രാത്രി ഈ വേദവായനയിലൂടെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്ന് ഈ വേദഭാഗത്തെ നിങ്ങളുടെ എല്ലാം സൗകര്യ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഉപാധി നിലയിൽ ഞാൻ ഒരു സീരിയലായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. സീരിയൽ എന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവരും പോകുന്നൊരു സന്തോഷം. കാരണം സീരിയലാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ബലഹീനത. എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് ഈ പത്രോസിൻ്റെ ജീവിതത്തിലെ വെറും 4-5 മണിക്കൂറുകൾ, നമ്മുടെ സാധാരണ പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ പത്രോസിൻ്റെ ജീവിതത്തിലെ 5 മണിക്കൂർ ഞാൻ ചീന്തിയെടുത്ത് ഒരു സീരിയൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. 3 എപ്പിസോഡുകളുണ്ട് എൻ്റെ സീരിയൽ. 3 എന്ന വാക്ക് കേട്ടില്ലെങ്കിൽ കൺവെൻഷൻ കേട്ട ഒരു സുഖമില്ല. അതുകൊണ്ടാണ് ഞാൻ 3 ആക്കിയത്.
അതുകൊണ്ട് ഈ പത്രോസിന്റെ ജീവിതത്തിൽ ചില മണിക്കൂറുകൾ ചീന്തിയെടുത്ത് 3 എപ്പിസോഡുകളാക്കി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇതിന്റെ മൂലകഥ മത്തായിയും ലൂക്കോസും ചേർന്ന് എഴുതിയതാണ്. തിരക്കഥ, സംവിധാനം, സംഭാഷണം ഒക്കെ എൻ്റെ വകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ ഇരുന്നാൽ ഇന്ന് രാത്രി ഈ സീരിയൽ കണ്ട് വീട്ടിലേക്ക് മടങ്ങി പോകാനായിട്ട് കഴിയും. ഒരു വാക്കുകൂടെ പറഞ്ഞേച്ച് എൻ്റെ കണ്ടന്റിലേക്ക് പ്രവേശിക്കാം. A wise man learns from others' experiences, and a fool learns only from his own or her own experience. Let me repeat that sentence. A wise man learns from others' experiences, and a fool learns only from his own or her own experience. ബുദ്ധിമാനായ മനുഷ്യനാണെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ പാഠങ്ങൾ പഠിക്കും. മടയനാണെങ്കിൽ സ്വന്തം ജീവിതത്തിൽ വന്നാലേ പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പത്രോസിനെ ഒരു സ്റ്റോപ്പ് സൈനായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി നിർത്തുകയാണ്. ഈ പത്രോസിന്റെ ജീവിതത്തിൽ കേവലം 5 മണിക്കൂറിനിടയിൽ സംഭവിച്ചു പോയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ തകർന്നു പോകാൻ സാധ്യതയുള്ള ചില മേഖലകളെ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളാണെങ്കിൽ ആ പടുകുഴിയിൽ വീഴാതിരിക്കാൻ ഈ രാത്രി നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. നിങ്ങൾ മടയരാണെങ്കിൽ നിങ്ങളും ആ കുഴിയിൽ വീഴും. നിങ്ങൾ പത്രോസ് കരഞ്ഞെങ്കിൽ നിങ്ങൾ അലറി വിളിച്ചു കരയും. കരയാതിരിക്കണമെങ്കിൽ ബുദ്ധിയുള്ളവരാവണമെങ്കിൽ പത്രോസിന്റെ ജീവിതത്തിലെ ഈ പാഠങ്ങൾ പഠിക്കാൻ നമുക്ക് ശ്രമിക്കാം. എപ്പിസോഡ് നമ്പർ 1. എൻ്റെ ഈ എപ്പിസോഡ് മുന്നോട്ട് പോകാനായി ഒരാളെ മൈക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് വായിക്കാനായിട്ട്. ദൂരം പോകത്തില്ല, ഞാൻ പറയുന്ന ഭാഗത്ത് നിന്ന് അത് പേടിക്കൊന്നും വേണ്ട. പക്ഷെ എൻ്റെ കൂടെ സ്പീഡിൽ ഓടിച്ചു പോകണം, അടിവേഗം സൂപ്പർ ഫാസ്റ്റ് സ്പീഡിൽ നമുക്ക് പോകണം. കാരണം നിർത്തേണ്ട സമയം എപ്പോഴേ എന്നോട് പറഞ്ഞിട്ടുണ്ട്. തുടങ്ങുന്ന സമയം പ്രശ്നമല്ലെങ്കിലും നിർത്തുന്ന സമയം നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ വളരെ വേഗം മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ശ്രദ്ധയാക്കി. എപ്പിസോഡ് നമ്പർ 1, 1-ാം എപ്പിസോഡിലെ 1-ാമത്തെ സീനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 26-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. മത്തായി 26, 36 മുതൽ 39 വരെ. അനന്തരം യേശു അവരുമായി ഗത്സമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. 1-ാം രംഗം ഗത്സമന തോട്ടം. ഗത്സമന തോട്ടം പെസഹ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പെസഹ വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം. യേശു തന്റെ ശിഷ്യന്മാരുമായി അന്ത്യ അത്താഴം കഴിച്ച് അവരുമായി ഒരുമിച്ച് ഗത്സമന എന്ന തോട്ടത്തിലേക്ക് പോവുകയാണ്. ഗത്സമന തോട്ടത്തിന്റെ വാതിലിലെത്തുമ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. ഞാൻ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. കാരണം അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും. കാരണം ഈ രാത്രി വെളുക്കുമ്പോഴേക്കും യഹൂദന്മാർ അവനെ പിടിക്കുമെന്നും ക്രൂശിക്കുമെന്നും കൊല്ലുമെന്നും നന്നായി അറിയാവുന്ന യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ശിഷ്യന്മാരെ അവിടെ എത്തി പത്രോസിനെയും സബദീ പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്നു ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. ശിഷ്യന്മാരെ ഒലിവ് തോട്ടത്തിന്റെ പുറത്ത്, ഗെത്സമന തോട്ടത്തിന്റെ, ഗെത്സെമനെ എന്ന വാക്കിന്റെ അർത്ഥം ഓയിൽ പ്രസ് എന്നാണ്. ആ തോട്ടത്തിന്റെ പുറത്ത് ഇരുത്തിയിട്ട് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്റിമേറ്റ് ഫ്രണ്ട്സായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചു. എന്നിട്ട് യേശു പ്രാർത്ഥിക്കാനായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ആ രംഗം ശരിക്കും മനസ്സിൽ, നിങ്ങൾ ആരും മലപ്പണിയിരിക്കരുത്. എൻ്റെ കൂടെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇസ്രായേലിൽ പോയിരിക്കുകയാണ്. ഗത്സമന തോട്ടത്തിലാണ്. ഗത്സമന തോട്ടത്തിന് പുറത്ത് ശിഷ്യന്മാർ ഇരിപ്പുണ്ട്. തന്റെ ഏറ്റവും അടുത്ത 3 സ്നേഹിതരുമായി യേശു തോട്ടത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. വായിച്ചോ. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിപ്പിൻ എന്ന് പറഞ്ഞു. യേശു കർത്താവ് തന്റെ അരുമ ശിഷ്യന്മാരോട്, തന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്സിനോട്, തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറഞ്ഞു, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കും. അതുകൊണ്ട് പത്രോസേ, യാക്കോബേ, യോഹന്നാനെ, പ്ലീസ് പ്രേ ഫോർ മീ. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ശിഷ്യന്മാരെ കുറെ പേര് പുറത്തിരിക്കുന്നു. തോട്ടത്തിനകത്ത് 3 ഏറ്റവും പിഴപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് യേശുവിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണാം, ആ 3 പേരോട് അത് പറഞ്ഞിട്ട് യേശു അല്പം കൂടെ മുന്നോട്ട് പോയി. വായിച്ചോ. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്നു കവിണ്ണു വീണ് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രി മലപ്പള്ളി പന്തലിൻ കീഴിലിരിക്കുന്ന സകല മനുഷ്യരോടും ഗെത്സമന തോട്ടത്തിൽ യേശു കർത്താവ് കടന്നുപോയ അതിവേദനയുടെ രംഗങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ് എന്ന് കർത്താവിന് തന്നെ ബോധ്യമുള്ള ആളാണ്. എന്താണ് ഈ
ഭൂമിയിൽ ചെയ്യേണ്ടത് എന്ന് നന്നായി അറിയാമായിരുന്ന ആളാണ്. എപ്പോഴാണ് തന്റെ ശുശ്രൂഷ അവസാനിക്കുന്നതെന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വളരെ ബോധ്യമുള്ള ആളാണ്. എങ്കിൽ പോലും ഒരു മനുഷ്യനായി നമ്മുടെ ഇടയിൽ ജീവിച്ച യേശു കർത്താവ് മരണത്തെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ നമുക്കൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്നത് പോലെ അതിവേദനയിലൂടെ കടന്നു പോവുകയാണ് യേശു. അപ്പോൾ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. യേശു മുന്നോട്ട് പോയി കണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന വാചകങ്ങൾ കേട്ടല്ലോ. എന്താണ്? കർത്താവേ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിത്തരണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ആ രംഗം മനസ്സിൽ കാണുമ്പോൾ അറിയാം, മരണവേദന കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനെയാണ് തോട്ടത്തിൽ കാണുന്നത്. സഹിക്കാനാവാത്ത വേദനയിൽ ആ വാചകം പ്രാർത്ഥിച്ചിട്ട് യേശു അവിടെ എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് യേശു തിരിച്ചു വരുന്നു. വായിച്ചോ. ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിന് പറ്റിയ ആദ്യത്തെ പരാജയം, നിർണായക സമയത്ത് പ്രാർത്ഥനാ ജീവിതം പരാജയപ്പെട്ടു. തന്റെ അരുമനാഥൻ മരണവേദന കൊണ്ട് പിടഞ്ഞ് തോട്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര പത്രോസേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് തനിയെ പോയി ഇരിക്കാൻ വയ്യാതെ മരണവേദന കൊണ്ട് എഴുന്നേറ്റ് തിരിച്ചു വന്ന് തൻ്റെ കൂട്ടുകാർ പ്രാർത്ഥിക്കുകയായിരിക്കുമെന്ന് വിചാരിച്ചപ്പോൾ അവർ കിടന്നുറങ്ങുന്നത് കണ്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ഞാൻ നിങ്ങളോട് ഈ വേദഭാഗത്തിൻ്റെ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം പരാജയപ്പെട്ടു പോയാൽ നമ്മൾ അലറി വിളിച്ച് കരയേണ്ട നാളുകൾ മുമ്പിലേക്ക് വരുന്നു എന്ന് വളരെ കാര്യമായി ഓർത്തു കൊള്ളണം. ആരാണ് കരഞ്ഞത്? നമുക്കറിയാം, പത്രോസാണ്. എന്തുകൊണ്ട്? വെറും നിർണായകമായ ചില നിമിഷങ്ങളിൽ. പത്രോസ് പ്രാർത്ഥിക്കുന്ന ആളല്ലെന്നല്ല അർത്ഥം. പിന്നെയോ നിർണായകമായ നിമിഷത്തിൽ കർത്താവ് പ്രാർത്ഥിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്ത് പോയിച്ച് തിരിച്ചു വന്നപ്പോൾ നിർവികാരിയായി കിടന്നുറങ്ങുകയാണ്. അത് കണ്ട് വല്ലാത്ത സങ്കടം തോന്നി കർത്താവിന്. പിന്നെ അവൻ പുറകെ രണ്ടാമത്തെ സീനിലേക്ക് പ്രവേശിക്കാം. വായിക്കാം 41 മുതലുള്ള വാക്യങ്ങൾ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. അതാ നമ്മൾ പറയുന്ന വാക്കാണ്. ഇപ്പോഴും നമ്മളും അതാ പറയുന്നത്. വല്ല ടയേർഡാ, ജോലി ചെയ്ത് ചെന്നാൽ ആത്മാവിന് ഒരുക്കമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ കൊച്ചി പരിസരത്തോട് പറയാം, ഇവിടെ വന്നിരുന്നപ്പോൾ ഉറക്കം തുടങ്ങിയ പാർട്ടികളുണ്ട്. കൺവെൻഷനിൽ വന്ന് കഷ്ടപ്പെട്ട് കാറ് ഓടിച്ച് വന്ന് അങ്ങോട്ട് ഇരുന്ന് പാട്ട് കേട്ടപ്പോഴത്തെ സുഖമായിട്ട് ഒന്ന് ഇറങ്ങുക. ഈ പത്രോസ് പറഞ്ഞതാ വിഷയം. എന്താ പറയാ, ആത്മാവ് ഒരുക്കം ഉള്ളതാച്ചാ, പക്ഷെ ബോഡി വളരെ വീക്കാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ തടസ്സമില്ല. എന്തുവാ? ആത്മാവിന് വലിയ താല്പര്യം, പക്ഷെ ബോഡി, ശരീരം ബലഹീനമാണ്. നീ ബാക്കി വായിച്ചോ, പെട്ടെന്ന് ഓണേ, നമുക്ക് സ്റ്റോറി പറയാം. അച്ഛൻ പറഞ്ഞ കൊല്ലുമല്ലെങ്കിൽ. രണ്ടാമത് പോയി പിതാവേ, കഴിയുമെങ്കിൽ ഞാൻ കുടിക്കാതെ ഈ പാനപാത്രം നീങ്ങിക്കൂടായെങ്കിൽ, എനിക്ക് പ്രത്യേകിച്ച് ഇപ്പൊ താല്പര്യമില്ല, പക്ഷേ ഇതാണ് നിന്റെ ഹിതമെങ്കിൽ അത് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. എന്നെ മനസ്സിലായോ? യേശു കർത്താവ് അതിവേദനയോടെ നടക്കുകയാണ്. അങ്ങോട്ടും ഇവിടെ നടക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കി. കൂട്ടുകാരെടുത്ത് വരുന്നു, അവർ ഉറങ്ങുന്ന കണ്ടപ്പോൾ സങ്കടത്തോടെ തിരിച്ചുപോയി. വീണ്ടും അവിടെ പോയി കണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ കുടിക്കാതെ നീങ്ങി കൂടായെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. അവൻ തിരിച്ചു വന്നു. അനന്തരം അവൻ വന്ന് അവർ കണ്ണിന് ഭാരമേറുകയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു. യേശു കർത്താവ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ട് പോലും തിരിച്ചു വന്നപ്പോൾ കണ്ണിന് ഭാരമേറിയാൽ ഉറങ്ങുന്നു. അത് വല്ല മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ കൺവെൻഷന് പോയി ഉറങ്ങാൻ തുടങ്ങുമ്പോഴേ മുമ്പിൽ എന്നെ പോലെയാണ് നിൽക്കുന്ന കണ്ടപ്പോൾ ഉറങ്ങി വരുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ഛത്രാണ് അടഞ്ഞു പോവുക. അതാ കണ്ണിന് ഭാരമേറിയാൽ. എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ ചെയ്യുന്ന പണിയുണ്ട്. ഒരു ഇർക്കിൽ ഓടിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. കാരണം ഈ കോശത്തിലൊക്കെ ഇവിടെ വന്നതിന് മുന്നേ ബുദ്ധി ഇരുന്ന പാർട്ടിയാണ് ഇതുപോലെ. പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ ഒരു ഇർക്കിൽ ഫിറ്റ് ചെയ്ത് നോക്കും. 10 ദിവസം പോയിട്ട് എന്ത് രസമാണ് 7 ദിവസം വായിക്കാനല്ലേ. നമ്മൾ ശ്രദ്ധിച്ച് വായിക്കാത്തതുണ്ടോ കുഴപ്പം? അവരുടെ കണ്ണിന് ഭാരമേറുകയാണ്. കർത്താവ് തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ കണ്ണ് തുറന്ന് നോക്കണമെന്നുണ്ട്, പക്ഷേ കണ്ണിൻ്റെ ഷട്ടർ അടഞ്ഞു പോവുകയാണ്. ആരാ? വലിയ മിടുക്കനാണ്, വലിയ കേവനാണ്. ഇരുന്ന് ഉറങ്ങുകയാണ്. പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവന്റെ പ്രാർത്ഥനാ ജീവിതം പരാജയപ്പെട്ടു പോയ രംഗമാണ്. ഇത് കണ്ടപ്പോൾ കർത്താവിന് വല്ലാത്ത സങ്കടം തോന്നി. വായിച്ചോ. അവരെ വിട്ട് മൂന്നാമതും പോയി തിരികെ പോവുകയാണ്. ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. എന്താണ്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിലും നീക്കണം, അല്ല ഞാനിത് കുടിച്ചേ മതിയാവുള്ളൂ എങ്കിൽ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും തിരിച്ചു വന്നു. പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു.
ഇനി ഉറങ്ങി ആശ്വസിച്ചുകൊണ്ട് വന്നപ്പോ പിന്നെ ഉറക്കും. അതുകൊണ്ട് ഉറങ്ങിക്കോളാൻ പറഞ്ഞില്ലേ? നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു ഗുണവുമില്ല, നീ ഉറങ്ങിക്കോളാൻ പറയാണ് പത്രോസിനോടും കൂട്ടിനോടും. പ്രിയപ്പെട്ടവരെ, ഞാനിത് ഒരിടത്ത് ഒരു യൂത്ത് മീറ്റിംഗിൽ പിള്ളേരെ ഒന്ന് ഉത്സാഹിപ്പിക്കാൻ വേണ്ടി പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് യൂത്ത് മീറ്റിംഗ് ആകുമ്പോൾ ചർച്ചയുണ്ടല്ലോ. ആ ചർച്ചയ്ക്ക് ഒരു ചെറുപ്പക്കാരനുണ്ട്. അച്ഛൻ എന്നാലും പത്രോസിനെ കുറിച്ച് പറഞ്ഞു, മര്യാദകളായി പോയി പറഞ്ഞു. എന്ത് പറ്റില്ല മോനെ? വ്യാഴാഴ്ച രാവിലെ മുതൽ പെസഹ ഒരുക്കാൻ വേണ്ടി ഒരു മുറിയും സംഘടിപ്പിച്ച് തൂത്തുവാരി വെള്ളവും കുബൂസും ഒക്കെ ഒരുക്കി വൈകുന്നേരം വരെ കിടന്നു പണിഞ്ഞ് രാത്രിയിൽ എല്ലാവരും കൂടെ ചാപ്പാട് കഴിച്ച് തിരിച്ച് തോട്ടത്തിൽ വന്ന് കാറ്റടിച്ചപ്പോൾ അവനൊന്ന് ഉറങ്ങിപ്പോയി തന്നെ. അച്ഛൻ അവനെ കുറ്റം പറഞ്ഞ് ശരിയായിട്ടില്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു പ്രസംഗം ചീറ്റിപ്പോയില്ല കർത്താവേ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് വേദോത്സവം വായിച്ചപ്പോൾ ദൈവതമ്പുരാൻ എൻ്റെ മുമ്പിൽ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ കാണിച്ചു തന്നു. തുറന്ന് വായിക്കേണ്ട സമയമില്ല, എനിക്ക് സ്പീഡില്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചടിച്ചു പോവാണ്. യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ ഒരു മലയിൽ കയറിപ്പോയി. ലൂക്കോസ് 9:28-31 വരെ. എന്താണ് ഈ യാത്രയ്ക്ക് ഒരൊറ്റ അജണ്ടയുള്ളൂ, പ്രാർത്ഥനയാണ്. ആരാ കൂടെ പോയിരിക്കുന്നത്? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അവരെ 3 പേരെയും കൂട്ടിക്കൊണ്ട് യേശു ഒരു മലയിൽ പ്രാർത്ഥിക്കാൻ പോയി. നമ്മളതിനെ മറുരൂപമല എന്നാണ് പറയുന്നത്. അവിടെ ചെന്നപ്പോൾ ആ വേദഭാഗം വായിക്കാൻ രസമാണ്. നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നതിന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സമയം പോകുന്ന പേടി കാരണം ഞാനത് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. യേശു അവിടെ ചെന്നു പ്രാർത്ഥിക്കാനായി തുടങ്ങുമ്പോൾ അവന്റെ മുഖത്തിന്റെ ഭാവം മാറി, അവന്റെ വസ്ത്രം വെണ്മയായി വെട്ടി തിളങ്ങാൻ തുടങ്ങി. ഇത് ഭയങ്കരമാണ്. ട്രാൻസ്ഫിഗറേഷൻ എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. കർത്താവ് രൂപാന്തരപ്പെടുകയാണ്. ഞാനിങ്ങനെയാ പറയുന്നത്, യേശുവിന്റെ കുപ്പായമൊക്കെ ഉജാല മുക്കിയതുപോലെ വെട്ടി തിളങ്ങുകയാണ്. യേശുവിന്റെ മുഖമൊക്കെ CFL ലാമ്പ് പോലെ തിളങ്ങുകയാണ്. മാത്രമല്ല, പെട്ടെന്ന് 2 ആളുകൾ യേശുവിനോട് വർത്തമാനം പറഞ്ഞു. ഞാൻ ഇങ്ങനെയാണ് അതിനെ കാണുന്നു, ഒരാൾ വലത്തും ഒരാൾ ഇടത്തും നിൽക്കുന്നു. ആരൊക്കെയാണെന്ന് അറിയാമോ? അവിടെ എഴുതി വെച്ചിട്ട് ഒന്ന് മോശയാണ്, ഒന്ന് ഏലിയമാണ്. ആരാ മോശ? നിങ്ങൾ അടുത്തേക്ക് എന്താ ചോദിക്കാൻ? മോശ ആരാന്ന് അറിയാൻ പറ്റാത്ത വല്ലാത്ത മോശം അത് കേട്ടോ. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊല്ലുന്ന ആളാണ് മോശ. മോശയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ സംഖ്യാപുസ്തകത്തിന്റെ അവസാന ഭാഗം, ആവർത്തന പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. മോശ എന്ന് പറയുന്ന മനുഷ്യൻ ഇസ്രായേൽ മക്കളെ കൊണ്ട് കനാൻ ദേശത്തേക്ക് യാത്രയായി. പക്ഷേ അവനെ കനാനിൽ പ്രവേശിക്കാൻ ദൈവം അനുവദിച്ചില്ല. അവൻ അതിനു മുമ്പേ മരിച്ചു. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്, മോശ മരിച്ചു, എവിടെയാണ് അടക്കിയത് എന്നെ സംബന്ധിച്ച് ആർക്കും യാതൊരു വിവരവുമില്ല. അത് കുറെ കൂടെ ലളിതമായി ഏറ്റവും സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ, മോശ മരിച്ചു, അടക്കി എവിടെയാണെന്ന് അറിയാൻ വയ്യ. ഡെഡ് ബോഡി കാണാതെ പോയ ആളാണ് മോശ. ആ മോശയാണ് ഇപ്പോൾ ജീവനോടെ യേശുവിൻ്റെ അടുത്ത് നിൽക്കുന്നത്. രണ്ടാമത്തെ ആളാണ് ഏലിയാവ്. ഏലിയാവ് നിന്ന നിപ്പിൽ റോക്കറ്റ് പോലെ പോയ പുള്ളിയാണ്. മരിച്ചില്ല, നിന്ന നിപ്പിൽ ജീവനോടെ പോയ ആളാണ് ഏലിയാവ്. പ്രിയപ്പെട്ടവരെ, യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസ പാരമ്പര്യത്തിൽ ന്യായപ്രമാണത്തിന്റെ പ്രതീകമായി മോശയും പ്രവാചകന്മാരുടെ പ്രതീകമായി ഏലിയാവും. മുഴുവൻ ദ ഹോൾ ബൈബിൾ യേശുവിന്റെ ചുറ്റും നിൽക്കുകയാണ്. ഈ 2 പേർക്കൊരു പ്രത്യേകതയുണ്ട്. മോശ മരിച്ചു, എവിടെയാണ് അടക്കിയത് നിശ്ചയില്ല. ഏലിയാവ് റോക്കറ്റ് പോലെ പോയ ആളാണ്. ഈ 2 പേരെ യേശുവിനോട് വർത്തമാനം പറയുന്നത് കാണുമ്പോൾ ഇത് കാണാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അത്ഭുതമുണ്ടോ? ഇത് ഭയങ്കരമാണ് അല്ലേ? ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ അവസരം ഭാഗ്യം കിട്ടിയത് ആർക്കാണ്? പത്രോസിനും യാക്കോബിനും യോഹന്നാനും. എന്നാൽ അടുത്ത വാക്യം വായിക്കുമ്പോൾ ഞെട്ടിപ്പോകും. പത്രോസും യാക്കോബും യോഹന്നാനും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. മോശ വന്നാലും കൊള്ളാം, യേശു രൂപാന്തരം പ്രാപിച്ചാലും കൊള്ളാം, ഏലിയാവ് വന്നാലും ഇവൻ ഉറങ്ങും. മല്ലപ്പള്ളി കൺവെൻഷനിൽ ആര് വന്ന് വെടിവെച്ചാലും കൊള്ളാം, തിമോത്തിയോസ് തിരുമാനി വന്നാലും കൊള്ളാം, PP വന്നാലും കൊള്ളാം, EP വന്നാലും കൊള്ളാം, ആര് വന്നാലും ഞാൻ ഉറങ്ങും. നിന്റെ കാര്യം പോക്കാം. ഞാൻ ഈ രാത്രി നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഇത് കഴിയുമ്പോൾ ഒരു വാചകം കൂടെ പറഞ്ഞേക്ക് മുന്നോട്ട് പോകും. പത്രോസ് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഈ കാഴ്ച വണ്ടർഫുൾ, സൂപ്പർ, കർത്താവേ ഇത് അടിപൊളിയായിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് താഴോട്ട് പോകണ്ട. പകരം ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. പിന്നെ നിങ്ങൾ അവിടെ കിടന്നു, ഞങ്ങൾ തറയിൽ കിടന്നോളൂ, തറ പാർട്ടിയാണ്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ 3 വീടുണ്ടാക്കാം. ഇങ്ങനെ പറയാനുണ്ട്. വീടുണ്ടാക്കാൻ റെഡിയാണ്, കൺവെൻഷന് പന്തിലിടാൻ റെഡിയാണ്, കസേരയിടാൻ റെഡിയാണ്, പ്രാർത്ഥിക്കാൻ പറയാം. ഇങ്ങനെ ഒരു സംഘാടകരുണ്ട് വീട്ടുപണിക്കാർ. ഭയങ്കര പണിയാണ്, എല്ലാ പണിയും വേണ്ടി ചെയ്യും. പക്ഷെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ വലിയ പാട്ടുകാരാണ്, ഭയങ്കര പാട്ടുകാരാണ്, വെച്ച് താങ്ങുന്നതാണ്. ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ വലിയ പ്രസംഗകനാണ്. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ രാത്രി നിന്നോടൊരു കാര്യം ഞാൻ വിളിച്ചു പറയാൻ പോവാണ്. നീ പ്രസംഗകനാവണമെന്നില്ല, പാട്ടുകാരനാവണമെന്നില്ല, നീ വലിയ മിടുക്കനാവണമെന്നില്ല, കെട്ടിടം പണിയണമെന്നില്ല, പന്തലിടണമെന്നില്ല. നിന്റെ പ്രാർത്ഥനാ ജീവിതം പരാജയപ്പെട്ടാൽ നീ അലറി വിളിച്ച് കരയേണ്ടി വരും. ഇന്ന് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം എന്താണ്? പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ല. എത്ര വീടുകളിലാണ് പ്രാർത്ഥനയുള്ളത്? കൊച്ചിപ്പി പോലീസ് ഞങ്ങൾ തമ്മിൽ ആത്മാർത്ഥ സ്നേഹിതന്മാരാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ചരിത്രങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ കണ്ണുനീരൊഴിപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നന്മകൾ. എന്തുകൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി വരുന്നില്ല എന്ന് ഈ രാത്രി ആത്മശോധന ചെയ്യണം. അതുകൊണ്ടാണ് നിന്റെ തലമുറയെ ഇന്ന് ദൈവവഴിയിൽ കാണാതെ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നീ കരയേണ്ടി വരും. അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? പണ്ട് ഒരെണ്ണത്തിനെങ്കിലും വിദേശത്ത് വിടുമെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച പാർട്ടികൾ ഇന്ന് തിരിച്ചറിയണന്മാരുടെ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. എന്ത് പറ്റുന്നറിയോ? പ്രാർത്ഥനാ ജീവിതം പരാജയപ്പെട്ടു പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു കാഴ്ച കാണാൻ അവസരം ഉണ്ടായിട്ടും കിടന്നുറങ്ങിയ പത്രോസിനെ കുറിച്ച് എന്ത് പറയാനാണ്? ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നീ ഒരു കേമനാവണമെന്നില്ല, പ്രസംഗകനാവണമെന്നൊന്നുമില്ല, കൺവെൻഷൻ പോയൊരു അംഗമാവണമെന്നുമില്ല. പക്ഷേ നിന്റെ പ്രാർത്ഥനാ ജീവിതം പരാജയപ്പെടരുത്. ഇത് ജീവിതത്തിൽ ഓർത്തോണം. ഇതാ ഞാൻ പത്രോസിനെ ഒരു വാണിംഗായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരു മനുഷ്യൻ പടുകുഴിയിൽ വീണുപോയത്, അവൻ അലറി വിളിച്ച് കരയേണ്ടി വന്നത്, പാറ പൊട്ടി ചെറിപ്പോയത് പ്രാർത്ഥനാ ജീവിതം നിർണായക സമയത്ത് പരാജയപ്പെട്ടതുകൊണ്ടാണ്. നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിലേക്ക്, എപ്പിസോഡ് നമ്പർ 2. ഇതിലേക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെ കുറിച്ച് തന്നെയുള്ള പത്രോസിന്റെ തെറ്റായ ഒരു ധാരണയാണ്. റോങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സെൽഫ് എന്ന് പറയാം. സ്വന്തം കഴിവിലുള്ള അമിതമായ ആത്മവിശ്വാസം. അതിന് പറയാവുന്ന വളരെ ലളിതമായ അർത്ഥവത്തായ ഒരു വാക്ക് അഹങ്കാരം എന്നതാണ്. വായിക്കാം 26-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ. സ്തോത്രം പാടിയ ശേഷം, പെസഹ വ്യാഴാഴ്ച രാത്രി അന്ത്യത്താഴം കഴിഞ്ഞ് സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കിലിടറും, ഞാൻ ഇടയനെ വിട്ടും കൂട്ടത്തിലെ ആളുകൾ ചെതറിപ്പോകുമെന്ന് പ്രവാചകന്മാര് പറഞ്ഞിട്ടുള്ളത് ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയുകയാണ്. യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, പ്രവാചകന്മാരുടെ കാലം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ അവർ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഉദാഹരണമായി പ്രോഫസി കോട്ട് ചെയ്യുകയാണ് അവിടെ. ഇടയനെ വിട്ടും ആളുകൾ ചെതറിപ്പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് യേശു അവരോട് ഒരു കാര്യം പറഞ്ഞു, കൂട്ടുകാരെ ഒരു കാര്യം ഞാൻ പറയാം, അവരെന്നെ ഈ രാത്രി പിടിക്കും, അവരെന്നെ കൊല്ലും, പക്ഷെ 3-ാം നാൾ ഉയർത്തി നിൽക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അങ്ങ് ഗലീലയ്ക്ക് പോകും, 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞു. എല്ലാവരും പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ഓക്കെ, 33-ാമത്തെ വാക്യം. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ അങ്ങനെ വായിച്ചാ പോരാ, ഞാൻ മനസ്സിലായി. പത്രോസ് കർത്താവിനോട് പറയാണ്, ഞാൻ ഇങ്ങനെ എന്നെ കാണുന്നത്, ഏതായാലും ഇവന്മാരെല്ലാം ഉണ്ടല്ലോ, ഇവന്മാരെല്ലാം നിന്നെ വിട്ടുപോയാലും ഞാൻ കടന്നറിയോ, ഞാൻ നിന്നെ വിട്ടുപോവുകയില്ല. ഉടനെ കർത്താവ് അവനൊരു ക്രിസ്റ്റൽ ക്ലിയർ വാണിങ്ങോ, കാരണം മോനെ പത്രോസേ, നീ കൂടുതൽ വാരി ഓടിക്കണ്ട, ഞാൻ നിന്നോടൊരു കാര്യം പറയാം, ഈ രാത്രി കോഴി പോകുന്നതിന് മുമ്പ് നീ 1 അല്ല 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് പറഞ്ഞു. പക്ഷേ അഹംഭാവിയായ പത്രോസ് വിട്ടുകൊടുക്കാൻ തയ്യാറായി. പത്രോസിന് അടുത്ത വായി പറഞ്ഞേ, നിന്നോടുകൂടെ മരിക്കേണ്ടി, ഹല്ലേലൂയ അല്ലേ, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞു. എന്തോ സാധനം ഒന്ന് ആലോചിച്ച് നോക്കണം. കർത്താവ് എന്തോ പറഞ്ഞ്, പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ തന്നെ സമ്മതിക്കുക. ഇതാണ് പത്രോസിന് കുഴപ്പം. നമ്മുടെ സൈസ് ഒരുപാടൊന്നും ഈ കൂട്ടത്തിൽ. കർത്താവ് പറഞ്ഞാലും കൊള്ളാം, ആര് പറഞ്ഞാലും ഞാൻ ആരാന്ന് നീ കണ്ടോന്നാ ചോദ്യം. തീർച്ചയായും ഈ ഭാഗം മർക്കോസ് എഴുതിയിട്ടുണ്ട്, അത് വായിക്കാൻ ഭയങ്കര രസമാണ്. അതൊന്ന് വായിക്കേണ്ടതാണ് കേട്ടോ. മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാമത്തെ ഇതേ ഇൻസിഡന്റ് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കും, വായിക്കാൻ രസമാണ്. നിങ്ങൾ ബാക്കി ഒരു ദിവസം തപ്പുണ്ട, അതിനകത്തുണ്ട്. തപ്പി മർക്കോസിൽ ചെന്നുമ്പോൾ 4 നേരം കൊടുക്കും. അതുകൊണ്ട് അവർ വായിച്ചോട്ടെ. മർക്കോസ് 8:32-30 ഇതേ സംഭവം വായിച്ചു കേട്ടോണേ. അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി. എന്തോ ഇത് എന്ന് പറഞ്ഞെന്തോ അർത്ഥം? വഴക്ക് പറഞ്ഞു. ആരെയാ?
യേശു ആരെ വഴക്ക് പറഞ്ഞു? ആരെ വഴക്ക് പറഞ്ഞു? അത് കഴിഞ്ഞിട്ട് ബാക്കി മതി. പത്രോസ് യേശുവിനെ വഴക്ക് പറഞ്ഞു. ഇങ്ങോട്ട് നോക്കില്ല, കുഞ്ഞിരിക്കാതെ ഇങ്ങോട്ട് നോക്കി. ഞാൻ പറഞ്ഞു, യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ രാത്രി നിങ്ങളെ എല്ലാവരും ഓടിപ്പോകും, എന്നെ അവർ പിടിച്ചു കൊല്ലും, 3 ദിവസം കഴിയുമ്പോൾ കാണാം. ഒന്ന് 10 ദിവസം ശേഷം വേറിട്ട് കൊണ്ടുപോയി വീട്ടിൽ വായിച്ചവിടെ വിളിച്ച് അങ്ങോട്ട് മാറ്റി ചെവി പറയാം. നോൺസെൻസ് പറയാതെ. ആരോടാ? യേശുവിനോട്. ആരാ? ഈ പത്രോസ് എന്ന പാവ. മനസ്സിലായോ? ഞാനിങ്ങനെ ആ വേദഭാഗം വായിക്കുന്ന കർത്താവ് ഇത് കേട്ടേച്ച് തിരിഞ്ഞു നോക്കിയാൽ മറ്റു ശിഷ്യന്മാർ അടുത്തിരിക്കുന്നുണ്ടോ. അവരെ കണ്ടപ്പോൾ കർത്താവ് അങ്ങ് ചമ്മിപ്പോയി. ഉടനെ കർത്താവ് പറഞ്ഞു, സാത്താനെ. ആരെയാ വിളിച്ച്? പത്രോസിനെ വിളിപ്പിക്കണം. എത്ര പ്രാവശ്യം ഇവിടെ കേട്ടിട്ടുണ്ട്? വലിയ പുള്ളികളാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഈ ചില കൺവെൻഷനൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ പുള്ളികളെ കാണാം. അച്ഛന്മാരൊക്കെ ഈ സൈസ് കൂട്ടുക വന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയ മുടുക്കന്മാർ കൊച്ചന്മാർ പാട്ട് കേൾക്കില്ല. കൺവെൻഷൻ കഴിയുമ്പോൾ 2 പേര് വന്ന് ഒരുത്തർ ഓർഗൻ വായിക്കും, മിച്ചം ഇങ്ങനെ പാട്ട് കഴിഞ്ഞ് വണ്ടി ഉണ്ടെന്ന് പോകും. അന്ന് കൺവെൻഷനും വിഷയമല്ല, പ്രസംഗവും വിഷയമല്ല, ഒന്നും പിള്ളേരുടെ പെർഫോമൻസ് കഴിഞ്ഞ് പുള്ളി ഒന്നും മെടുക്കാനാണ് പുള്ളി. മനസ്സിലായി? വിശേഷം കുറേ കാണത്തില്ല. ഞാനങ്ങനെ കണ്ണി കാണുന്നവരൊക്കെ വായി വരുന്ന കൂടി ഞാൻ വിളിച്ചു പറയുന്നു. കാരണം ഇത് ഞാനല്ലാതെ ആരാ പറയുക? എനിക്കാരെയും പറയുകയൊന്നും. പക്ഷെ വിശുദ്ധ വേദവസ്ത്രം എന്താ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞേ പോകത്തുള്ളൂ. രാത്രി പത്രോസ് എന്ന അഹംഭാവിക്ക് പറ്റിക്കുഴപ്പമാണ്. ഞാൻ കർത്താവിനേക്കാൾ വലിയ പുള്ളിയാണ് എന്നുള്ള തോന്നൽ. രണ്ടാമത്തെ രംഗം നമുക്ക് നോക്കാം. 49 വാക്യങ്ങൾ വായിക്കും. ഗെത്സമനത്തോടൊത്ത് ചെന്നു പ്രാർത്ഥിച്ച് 3-ാം പ്രാവശ്യം എഴുന്നേറ്റ് വന്ന് ശിഷ്യന്മാരുടെ അടുത്ത് നിൽക്കുമ്പോൾ 49 ഉടനെ അവൻ യേശുവിന്റെ അടുക്കൽ വന്നു, റബി വന്ദനമെന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. ഇതാരാ പുള്ളി എന്നറിയാമോ? യേശു തോട്ടത്തിൽ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ അവന്റെ കൂടെ ഇന്നലെ രാത്രി ഇരുന്ന് ഡിന്നർ അടിച്ചേച്ച് പോയൊരു പാർട്ടി വന്നിരിക്കുകയാണ്. വന്ന് യേശു കർത്താവിൻ്റെ അടുത്ത് നിന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ഉടനെ കർത്താവ് ചോദിക്കുകയാണ്, യേശു അവനോട്, സ്നേഹിത, നീ വന്ന 3.5 വർഷം എന്റെ കൂടെ നടന്ന് ഒരിക്കൽ പോലും ഉമ്മ തരാത്തവനെ ഈ രാത്രി നീ എന്തിനാടാ വന്ന് ഉമ്മ തന്നത്? കർത്താവിന് മനസ്സിലായി. 3.5 വർഷം പുറകെ നടന്ന ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു പുള്ളി. ഒറ്റ പ്രാവശ്യം പോലും കർത്താവിന് ഉമ്മ കൊടുത്തിട്ടില്ല. ഈ രാത്രി വന്ന് ഉമ്മ കൊടുത്തിരിക്കുകയാണ്. കർത്താവിന് മനസ്സിലായി ഈ ഉമ്മയ്ക്ക് പിന്നെ വലിയൊരു സൂക്ഷിച്ചോണം കേട്ടോ. ചിലപ്പോൾ വന്നിട്ട് ഒരു ഉമ്മ തരും, സൂക്ഷിച്ചോണം. അതിന്റെ പിന്നിൽ എന്തോ കാര്യം കാണുമെന്ന് ഓർത്തോണം. അത് ഞാൻ ആ ഉമ്മയോട് നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? ഇല്ല, നമ്മുടെ മക്കൾ മതി. നമ്മുടെ മക്കൾ ഇടയ്ക്ക് ഒരു ഉമ്മ തരും. അപ്പൊ സൂക്ഷിച്ചോണം, എന്തോ ഇതിന് പിന്നിൽ. നമ്മുടെ കർത്താവ് സ്നേഹിത നീ വന്ന കാര്യം നമുക്കറിയാമല്ലോ. സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പെട്ടെന്ന് പട്ടാളക്കാര് യേശുവിന്മേൽ കൈവച്ചു എന്നാണ് പറയുന്നത്. ഉടനെ അടുത്ത വാക്യം നമ്മൾ വായിക്കണം. 51-ാം വാക്യം. അപ്പോൾ യേശുവിനോട് കൂടെയുള്ള ഒരുത്തൻ കൈ നീട്ടി വാളൂരി ഇതാരാ ബാക്കി എന്നറിയോ? പത്രോസാണ്. ഇച്ചിരി മുമ്പേ കർത്താവ് എന്തോ പറഞ്ഞ് പോണം, 3 ദിവസം കഴിയുമ്പോൾ കാണാൻ പോകില്ല. അന്ന് ചുറ്റിക്കെട്ടി നിൽക്കുകയാണ്. നിലച്ച് റോമൻ പട്ടാളക്കാരും ജൂതായും സംഘവും എല്ലാം കൂടെ വന്നു. മഹാപുരോഹിതന്മാരും കിങ്കരന്മാരും എല്ലാം കൂടെ വന്ന് പിടിക്കാൻ വന്നപ്പോൾ അവൻ്റെ ഉണക്കവാൾ വലിച്ചു ഒരു ഒറ്റ കീച്ചാണ്. അവൻ്റെ വെട്ട് കണ്ടാൽ തോന്നുന്ന 100 തല താഴെ വീടാൻ നിൽക്കുന്നത്, വാളും കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പോയത് ഒരുത്തന്നെ ഒരു ചെവിയുടെ പീസ്. അവിടെ യേശു ആ ചെവിയുടെ പീസ് എടുത്ത് അവിടെ ഫിറ്റ് ചെയ്തിട്ട് പ്ലാസ്റ്റിക് സർജറി നടത്തി അവന് സൗഖ്യം കൊടുത്തു. എന്നിട്ട് പത്രോസ് എന്ന് പറഞ്ഞ കേമനോട് പറഞ്ഞു, എടാ പത്രോസേ, നിന്റെ ഉണക്കവാൾ അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് എടാ മണ്ട, ഞാൻ എൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചാൽ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എൻ്റെ ചുറ്റും നിർത്താൻ പ്രാപ്തിയുള്ള ഒരു പിതാവ് എനിക്കുള്ളപ്പോൾ നിന്റെ ഈ ഉണക്കവാള് കൊണ്ടാണ് നീ എന്നെ രക്ഷിക്കുന്നത് തോന്നിച്ചത് നിന്റെ അഹങ്കാരം കൊണ്ടാണ്. ഞാൻ നിന്നോട് സന്ദേശം പറഞ്ഞല്ലേ പൊക്കോളാൻ. നീ എന്തിനാ നിൽക്കുന്നത്? എന്നെ രക്ഷിക്കാൻ നിൽക്കുകയാണ് അല്ലേ? വീണ്ടും പത്രോസിന് ശകാരമാണ്. മറ്റുള്ളവരെക്കാൾ മിടുക്കനാണ് എന്ന് തോന്നാൻ.
ഇന്ന് ഈ പന്തലിന് കീഴിരിക്കുന്ന, ഈ പന്തലിന്റെ വേദി മുതൽ അങ്ങേ അറ്റം വരെ ഇരിക്കുന്ന ആളുകളോട്, ഈ നിൽക്കുന്ന ഞാൻ ഉൾപ്പെടെ ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, മറ്റുള്ളവരെക്കാളൊക്കെ കേമനാണെന്നൊരു ധാരണ നിനക്കുണ്ടെങ്കിൽ നിന്റെ ജീവിതം അപകടത്തിലേക്ക് നീങ്ങുകയാണ്. നീ കരയേണ്ടി വരും. ഞാൻ ഏതാണ്ട് കേവലമായതുകൊണ്ടാണ് ഞാൻ ഈ മറ്റുള്ളവരെക്കാളൊക്കെ വലിയ മിടുക്കനാണ് എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ യു ആർ ഇൻ ഡേഞ്ചർ. ഈ ഇരിക്കുന്നതിനേക്കാളൊക്കെ ഞാൻ വലിയ പാട്ടുകാരി ആയതുകൊണ്ടാണ് ഞാൻ വെള്ളസാരി കൊടുത്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നെന്ന് വിചാരിച്ചാൽ നിന്റെ കാര്യം അപകടമാണ്. വെള്ളസാരി അധികം താമസിക്കാൻ കൊടുക്കേണ്ടി വരും. പത്രോസ് കരയുകയാണ്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി? ഇവന്മാരെക്കാളൊക്കെ നമ്മുടെ പത്രോസിനെ കുറിച്ച് 100 കാര്യങ്ങൾ പറയാൻ കഴിയും. യേശു കർത്താവ് ചെയ്ത ഏറ്റവും വലിയ അത്ഭുത പ്രവൃത്തി 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അതിനുശേഷം ക്ഷീണിച്ച് അവശരായ ഈ ശിഷ്യന്മാര് അപ്പക്കൊട്ട എടുത്തുകൊണ്ട് പോകുന്ന ഒരു രംഗമുണ്ട്. പോകുന്ന കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അക്കരയ്ക്ക് പോക്കോ, ഞാനൊന്ന് പ്രാർത്ഥിച്ചു വരാം. കാരണം വലിയൊരു അത്ഭുതം ചെയ്ത് ഈ ദിവസങ്ങളിൽ ദൈവവചനം പ്രസംഗിച്ച് ക്ഷീണിച്ചു വന്ന യേശു തനിയെ പ്രാർത്ഥിക്കാനായി പോവുകയാണ്. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, അക്കരയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. അത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം. അങ്ങോട്ട് കൊണ്ട കൊടുത്തന്നെ ഇരുന്നില്ല, അല്ലെ നമ്മുടെ ഭാഗം തെറ്റിപ്പോകും. എന്നിട്ട് യേശു പ്രാർത്ഥന കഴിഞ്ഞ് രാത്രി വരികയാണ്. രാത്രി വരുന്ന സമയത്ത് ശിഷ്യന്മാര് ഈ വള്ളത്തിൽ അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ നമുക്കറിയാം, പെട്ടെന്ന് കൊടുങ്കാറ്റുണ്ടാകും. അറിയാമല്ലേ? വള്ളത്തിൽ വെള്ളം കയറാൻ തുടങ്ങി, കാറ്റടിക്കാൻ തുടങ്ങി. ഈ കടൽ തീരത്ത് ജനിച്ചു വളർന്ന, ഈ മണൽത്തിട്ടയിൽ നീന്തി നടന്ന, ഈ കടലിൽ നീന്തി തുടിച്ച, ജനിച്ച കാലം മുതൽ മീനെ പിടിച്ച് ഈ കടലിൽ കൂടെ നടന്ന, ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഈ ചെറുപ്പക്കാര് ആ വള്ളത്തിൽ ഇരുന്ന് രാത്രി നിലവിളിക്കാൻ തുടങ്ങി. കാറ്റ് വരുന്നേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. കാറ്റും പേമാരിയും ഉണ്ടായി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ ഒരാൾ നടന്നു വരുന്നു. അവിടെ വായിക്കാൻ നല്ല രസം. ആ ഭൂതം വരുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത നിലവിളി. ഇതുവരെ കാറ്റേ ഉണ്ടായിരുന്നു, ഇപ്പം ഭൂതം വരുന്നുണ്ട്. ഉടനെ കർത്താവ് പറയണ, മക്കളെ ഭൂതമല്ലടാ, ഇത് ഞാനാടാ. പത്രോസിന്റെ കണ്ണുകൾ സൂപ്പർ, വെള്ളത്തിന് പുറത്തോട്ട് നടക്കുമോ? എല്ലാവരും വെള്ളത്തിലിരുന്ന് പത്രോസിലെ ആ അഹംഭാവം അങ്ങ് പൊങ്ങി. കർത്താവ് നടന്നാൽ ഞാൻ നടക്കും. പത്രോസ് കർത്താവ്, ഞാൻ കൂടെ വരട്ടെ പ്ലീസ്. കർത്താവ് പറഞ്ഞു, വന്നോളാം. വേദോസ്തമുള്ളതാണ് കേട്ടോ, ഞാൻ ഇങ്ങനെ പുസ്തകം വായിക്കുന്നതെന്നുള്ളത്. ഉടനെ യേശു പറഞ്ഞു, വന്നോളം പറഞ്ഞു. പത്രോസ് 2 സ്റ്റെപ്പ് എടുത്ത് വെച്ചു, വെള്ളത്തിന്റെ മുകളിലേക്ക് നിന്നു. അടുത്ത ഭാഗം വായിക്കും, ഇപ്പോഴും മണിക്ക് താങ്ങു പോയി. വെള്ളത്തിന്റെ ഡെൻസിറ്റി കുറഞ്ഞു പോയതൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് താണത്? അവർ പറയട്ടെ. അവർ നമ്മളെ പഠിപ്പിക്കും. 2 പേരും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ എത്ര ആലോചിച്ച് കഴിഞ്ഞ് പിടിയിട്ടില്ല. പക്ഷെ കുറെ ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം പിടിക്കും. എന്തോന്നറിയാം? പത്രോസ് ഈ വെള്ളത്തിന്റെ പുറത്ത് ഇറങ്ങിയപ്പോൾ വെള്ളത്തിന്റെ പുറത്ത് ആരൊക്കെയുണ്ട്? യേശുവുണ്ട്, പത്രോസും. ബാക്കി എല്ലാവരും എന്തി വള്ളത്തിലിരിക്കണം. അപ്പൊ തിരിഞ്ഞു നോക്കിയിട്ട് അവിടെ ഇന്നോടാ, ഞാൻ ആരാ മോനെന്നറിയാവോ? ആരാ? പത്രോസ്. കൂടെ നിൽക്കുന്നവരെല്ലാം വള്ളത്തിലിരുന്നപ്പോ ഞാൻ വെള്ളത്തിന്റെ പുറത്ത് നിന്നപ്പോ ഞാൻ ആരാ മോനെന്നറിയാമോ എന്ന് തോന്നി ആ നിമിഷത്തിൽ അവൻ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി. നിന്റെ ജീവിതത്തിൽ നിന്റെ കൂടെ നടന്നവരെക്കാൾ നിനക്ക് പണമുണ്ടെന്ന് തോന്നിയാൽ നീ അഗാധത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. നിന്റെ കൂടെ നടന്നവരെക്കാൾ നിനക്ക് പാടാൻ കഴിവുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നിന്റെ ജീവിതം അപകടത്തിലേക്ക് പോവുകയാണ്. നിന്റെ കൂടെ നടന്ന വൈദികരെക്കാൾ നീ ഏതാണ്ട് കേവലാണെന്ന് വിചാരിക്കുന്ന ആ നിമിഷത്തിൽ നിന്റെ പരാജയം ആരംഭിക്കുകയാണ്. പത്രോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം അഹംഭാവങ്ങൾ ഉണ്ടാവുന്നതാണ് നമ്മുടെ പരാജയത്തിന് കാരണം. പത്രോസിനെ കുറിച്ച് ഒരുപാട് ഐതിഹ്യ കഥകളുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, യേശു കർത്താവ് ചെയ്തതും പറഞ്ഞതും എല്ലാം കൂടെ എഴുതാനാണെങ്കിൽ ഈ ലോകത്തിലെ പേപ്പറൊന്നും തികയില്ലെന്നാണ്. അതുപോലെ കാര്യങ്ങൾ എല്ലാം പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു കൊച്ചു പുസ്തകമുണ്ട്, ടെയിൽസ് വർത്ത് ടെല്ലിംഗ് എന്ന് പറഞ്ഞൊരു പുസ്തകം. അതിനകത്ത് ഒരുപാട് കഥകളുണ്ട്, ഐതിഹ്യ കഥകളും ഇതുപോലെയുള്ള കഥകളും. യേശു കർത്താവിൻ്റെ അതിനകത്തൊരു കഥയുണ്ട്, പത്രോസിനെ കുറിച്ചുള്ളൊരു കഥയാണ്. പത്രോസ് എപ്പോഴും ഇങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ചു കൊടുക്കും. പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഡയലോഗ് പറയും, മറ്റൊരു രാജ്യത്തെക്കാളും മെടുക്കാനാണെന്ന് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ കർത്താവ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഡോസ് കൊടുക്കും. കഥ ഒരിക്കൽ പറയാം. ഒരിക്കലും കർത്താവ് ശിഷ്യന്മാരുടെ നടന്നു പോകുന്നു. പോകുന്ന വഴിക്ക് യേശു പറഞ്ഞു, എല്ലാവരും ഓരോ കല്ലെടുത്തോളാം. എല്ലാവരും ഓരോ കല്ലെടുത്തു. അവർക്ക് എടുക്കാവുന്ന സൈസ് ഓരോ കല്ലെടുത്തു. പത്രോസ് 1 മിനിറ്റ് ഒന്ന് ആലോചിച്ചു.
കല്ലെടുക്കണമെന്നേ പറഞ്ഞു, അതിൻ്റെ വോളിയത്തെ കൊണ്ട് പറഞ്ഞില്ല. അപ്പോൾ അവനൊരു കുഞ്ഞ് കല്ലെടുത്ത് അവൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിലിട്ടു. എന്നിട്ട് നടക്കുന്ന യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ നടന്നു ഇടിയച്ച് വലിയ കല്ലും പൊട്ടിക്കൊണ്ട് നടക്കണം. നടന്ന് അവൻ അത്തിമരം കണ്ടപ്പോൾ യേശു പറഞ്ഞു എല്ലാവരും ഓടിയിരിക്കാൻ ഓടിക്കുന്നു. നിങ്ങൾ എടുത്തോണ്ട് വന്ന കല്ലെടുത്ത് മുമ്പിലോട്ട് വെക്കുക, ഇതാണ് ലഞ്ച്, ഈ കല്ല് അപ്പമായി തീരട്ടെ. എല്ലാവർക്കും വയറാൻ ചൊല്ലി പത്രോസ് തക്കുവാണ്, എവിടെ വിട്ടിയൊന്നൊരു പിരിയില്ല, ഒരു കുഞ്ഞു കല്ല്. എന്നിട്ട് യാക്കോബും യോഹന്നാനും ഒക്കെ അപ്പം തിരിഞ്ഞുകൊണ്ട് വെള്ളമൊക്കെ വിഴുങ്ങി അവിടെ നിന്നു. യേശു തിരിഞ്ഞ പത്രോസിനെ നോക്കി വിശ്രമിച്ചൊക്കെ എഴുന്നേറ്റു. നടന്ന വഴിക്ക് യേശു പറഞ്ഞു എല്ലാവരും ഓരോ കല്ലെടുത്തോളാം. എല്ലാവരും ഓരോ കല്ലെടുത്തു. പത്രോസ് ഡിന്നറുള്ള വകുപ്പായിരുന്നു. അതുകൊണ്ട് ഉച്ചക്കത്തെ പട്ടിണി മാറ്റാൻ വേണ്ടി വലിയൊരു കല്ല് പൊക്കിയെടുത്ത് തന്നെ പൊക്കാൻ വയ്യാഞ്ഞതുകൊണ്ട് കൂടെ നടന്ന അന്തരീക്ഷം പറഞ്ഞു, ആൻഡ്രൂ ബ്രദർ പ്ലീസ് ഹെൽപ്പ് മീ. പൊക്കിയെടുത്ത് തലയെടുത്ത് നടക്കുക, കൂനാന്ന് നടക്കുക. നടന്ന് യോർദാന്റെ തീരത്തെത്തിയപ്പോൾ കഥ പറഞ്ഞ കല്ലല്ല യോർദാനിലേക്ക് കളഞ്ഞേക്കാൻ പറഞ്ഞു. എല്ലാവരും എടുത്തത് ഈസിയായിട്ടാണ്. ഇവരെ തലയിൽ നിറക്കാൻ വയ്യ, എടുത്ത് കുറച്ച് കളയാൻ. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി, ഞങ്ങൾ തുമ്പോക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ പത്രോസ് ചമ്മിപ്പോയി. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ യേശു പറഞ്ഞ് എല്ലാവരും 2 കല്ലെടുത്തോളാം. പത്രോസ് ഒന്ന് ചിന്തിച്ചു. ഉച്ചയ്ക്ക് വിട്ട് പണിത്, വൈകിട്ട് വിട്ട് പണിത്. ഞാൻ കാണിച്ചു തരാം, ഒരു വലുത് എടുത്ത് വെച്ചതുകൊണ്ട് ഇനി എന്നെ കാണിക്കുന്നതെന്ന് അറിയുന്നത്. യഹൂദ്യ മരുഭൂമിയുടെ അടുത്ത് ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞ കല്ലെല്ലാം താവിട്ടിട്ടോ കിട്ടും, ഈ കല്ല് ചെരുപ്പായി തീരട്ടെ. പത്രോസിൽ ഒന്നോട്ട് കയറത്തുമില്ല, ഒന്ന് കൊച്ചുവെള്ളം പോലും ഇരിക്കുന്നു. ഞാനിപ്പോൾ 37 വർഷം മാതാസഭയിൽ അച്ഛനായിട്ട് 3 വർഷത്തെ പഠിത്തത്തോട് കൂടി 40 വർഷമായി. ഈ 40 വർഷത്തെ എൻ്റെ ശുശ്രൂഷ കാലത്ത് ഇതുപോലെ ഒരുപാട് എണ്ണത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ കേമനാന്ന വിചാരം. ചില പള്ളിയിലൊക്കെ ചെന്ന അച്ഛന്മാർ അനുഭവിക്കുന്ന വലിയ പ്രശ്നം ഒരുത്തരം എഴുന്നേറ്റും What do you know about the Constitution Act? വകുപ്പ് നമ്പർ 22 എന്തോ ഇല്ല അവർ പറഞ്ഞു. വേറെ ഒരെണ്ണമുണ്ട്. ഞാൻ മാത്രമല്ല, ഈ പുള്ളികൾ മുഴുവൻ അനുഭവിച്ചിട്ടുണ്ട് ഇതുപോലത്തെ പത്രോസുമാര്. എനിക്ക് കിട്ടിയ സ്വതസിദ്ധമായ ചില ശൈലിയുണ്ട്. ഇവനെ കൊണ്ട് ഞാൻ ഇതുപോലെ ചെരുപ്പിടിക്കും. ചിലവന്റെ കയർത്തുമില്ല, ചിലവന്റെ നിങ്ങൾ കൊച്ചോളം പോലും കിടക്കുകയില്ല. അഹങ്കാരം കൊണ്ട് ഇല്ലേ നമുക്കൊക്കെ പറ്റിയ ഏറ്റവും വലിയ വിഷയം ഇതാണ്. ഈ യെശയ്യാ പ്രവചനത്തില് 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. തങ്ങൾക്ക് തന്നെ ജ്ഞാനികളെന്നും തങ്ങൾക്ക് തന്നെ വിവേകികളെന്നും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. ഇനി കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു മുന്നറിയിപ്പ് നമ്മൾ മുന്നോട്ട് പോകാം. ലോക ചരിത്രത്തിൽ അഹങ്കരിച്ച ഒരുത്തനും നീണാൾ വാണ ചരിത്രമില്ല. ഒരുത്തനും ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ സാമൂഹ്യ രാഷ്ട്രീയ മതരംഗത്ത് ചില ആളുകളൊക്കെ അഹങ്കരിക്കുന്നത് കാണുമ്പോൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരു ഏകാധിപതിയും ഒരഹങ്കാരിയും ഭൂമിയിൽ നിലനിന്ന ചരിത്രമില്ല. ഈ രാത്രി പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിനക്ക് ദൈവം തന്ന താലന്ത്, നിനക്ക് ദൈവം തന്ന കഴിവ്, നിനക്ക് ദൈവം തന്ന സമ്പത്ത്, നിനക്ക് ദൈവം തന്ന ആരോഗ്യത്തിൽ ഒരല്പമെങ്കിലും അഹങ്കാരം നിനക്കുണ്ടെങ്കിൽ ഈ രാത്രി നിന്റെ മാനസാന്തരത്തിന്റെ രാത്രിയാണ്. അല്ലെങ്കിൽ നീ കരഞ്ഞ് നിലവിളിക്കേണ്ടി വരും. നമുക്ക് 3-ാമത്തെ എപ്പിസോഡിലേക്ക് നീങ്ങാം. 26-ാം അധ്യായം 58 മുതലുള്ള പത്രോസ് ദൂരമേ മഹാപുരോഹിതന്റെ അരമനയോളം പിൻചെന്ന് അകത്ത് കടന്ന് അവസാനം കാണുവാൻ സേവകന്മാരോടുകൂടിയിരുന്നു. മഹാപുരോഹിതന്മാരും ന്യായാധിപസംഘമൊക്കെയും നമുക്ക് ആ ഭാഗം പഞ്ചായത്ത് വെള്ളം കുടിക്കാൻ പോകണം താമസമായിക്കോ. എന്നാൽ പത്രോസ് എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോഹിതന്റെ അരമനയോളം പിൻചെന്ന് അകത്ത് കടന്ന് അവസാനം കാണുവാൻ സേവകന്മാരോടുകൂടി ഇരുന്നു. ആരവസാനം കാണാനാ? ആരവസാനം കാണാനാ? വേദോസം ഒരിക്കൽ പോലും വായിച്ചിട്ടില്ലേ? യേശുവിന്റെ അവസാനം കാണാൻ ആരാ? പത്രോസ്. 2 കാര്യങ്ങൾ വളരെ വേഗം ഈ ഭാഗത്ത് ചൂണ്ടിക്കാണിക്കാൻ അവസാനിപ്പിക്കും. പത്രോസിനെ പറ്റിയ 3-ാമത്തെ അപകടം 2 കാര്യമായിട്ടാണ് പറഞ്ഞത്. ഒന്ന്, ആ വേദോത്സവ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വെറുതെ വേദോത്സവം വായിച്ചതിലെ വാക്കുകളാണ് നമ്മളിന്ന് വ്യാഖ്യാനിക്കുന്നത്. അവൻ ദൂരവേ അനുഗമിച്ചു എന്നതാണ് പ്രശ്നം.
പത്രോസിന്റെ ജീവിതത്തെ പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം അവൻ ദൂരമേ അനുഗമിച്ചു എന്നാണ്. പീറ്റർ ഫോളോഡ് ഇൻ എ ഡിസ്റ്റൻസ് എന്നാണ്. നമ്മൾ വേദപുസ്തകം ശരിക്കും വായിച്ചു നോക്കുമ്പോൾ ലൂക്കോസ് ഈ ഭാഗം എഴുതിയിരിക്കുന്ന മനോഹരമാണ്. അകലം വിട്ട് പിഞ്ചെന്നു എന്നാണ്. എന്തിനാണ് യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്? മലപ്പള്ളിക്കാരോട് ഞാനൊരു ചോദ്യം ചോദിക്കും, ഒരു ക്വിസാണ്. ഞാനൊരു വാക്യം പറയാം, അതിന് ചില ഭാഗങ്ങൾ മാത്രം പൂരിപ്പിക്കാം. അവൻ ഡാഷ് 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 12 പേരെ നിയമിച്ചു. അവൻ തന്നോടുകൂടെ മതി, തുടക്കം മതി, അത്ര മതി. എന്തിനാ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്? തന്നോട് കൂടെ ടു ബി വിത്ത് ഹിം. ഇപ്പൊ പത്രോസ് എവിടെ അനുഗമിക്കുന്നത്? ദൂരെ മാറി അനുഗമിക്കുന്നു. ഇനി 12 കീഴിരിക്കുന്ന സകല മനുഷ്യരോട് ഈ രാത്രി ഞാൻ വിളിച്ചു പറയാണ്, ക്രിസ്ത്യാനി എന്നാണ് നിന്റെ പേരെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് അനുഗമിക്കേണ്ടവനാണ്, അനുഗമിക്കേണ്ടവളാണ് നീ. എന്നാൽ നീ ഇന്ന് യേശുവിൽ നിന്ന് അകലം വിട്ടാണ് പിൻചെല്ലുന്നതെങ്കിൽ നീ കരയേണ്ടി വരും. നമ്മളൊക്കെ അകലം വിട്ട് പിൻചെല്ലുന്നവരല്ലേ? അകലം വിട്ട് പിൻചെല്ലുന്ന ഒരു സുഖം അല്ലേ? ഈ കൂടെ ചേർന്ന് നടന്നാൽ ചില അപകടങ്ങൾ. കർത്താവിന്റെ കൂടെ നടന്നാൽ ഇപ്പോൾ നമ്മൾ പറയുന്നതെല്ലാം പറയാൻ പറ്റില്ല. കർത്താവിന്റെ കൂടെ നടന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം കാണാൻ പറ്റില്ല. കർത്താവിന്റെ കൂടെ നടന്നാൽ ഇപ്പോൾ നമ്മൾ കയറുന്നിടത്തെല്ലാം കയറാൻ പറ്റില്ല. അതുകൊണ്ടാണ് നല്ല വഴി എന്തുവാ? ദൂരെ മാറി നടക്കുക. പക്ഷെ ദൂരെ മാറി നടന്നാൽ അപകടമാണ് എന്ന് പത്രോസ് ഈ രാത്രി നമ്മളോട് വിളിച്ചു പറയാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ അനുഭവം പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് വ്യക്തമാണ്. 1987 ഞാൻ വൈദികനാണ്. എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് മർത്തോമാ മെത്രാപ്പൊലീത്തായിരുന്ന ഐറൻ സീനയുടെ സെക്രട്ടറിയാണ്, ഡൽഹിയിലാണ്. തിരുമേനിയുടെ ആദ്യത്തെ ഒഫീഷ്യൽ സെക്രട്ടറിയാണ്. എനിക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം തിരുമേനിയുടെ സെക്രട്ടറിയായിട്ട് സജീവത്തിലോട്ടിരിക്കും. ഐറൻ സീനയുടെ ആദ്യത്തെ സെക്രട്ടറി ഞാനാണ്. പറഞ്ഞിട്ടൊരു കാര്യമില്ല, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എന്നാലും ഞാൻ സന്തോഷത്തിന് പറഞ്ഞു തോന്നതേ ഉള്ളൂ. ഡൽഹിയിലാണ് അരമന. അത് കേരളത്തിന് പുറത്തുള്ള എല്ലാ പള്ളികളും ബോംബെ ഡൽഹി ഡയസിസിലാണ്, മറ്റു ഡയസിസിലാണ്. അപ്പോൾ ഡൽഹി താമസം, തിരുവേനി ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ തിരുവേൻ്റെ കൂടെ നാട്ടിൽ വരണം. അപ്പോൾ അന്ന് മാരാമണ്ണിനെ വീട്ടിൽ താമസിക്കുമ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഇല്ലെന്ന്, അന്ന് തിരുവനന്തപുരം എയർപോർട്ടുള്ളൂ. അപ്പോൾ തിരുവേനിയെ കൊണ്ടുവിടാനായിട്ട് തിരുവനന്തപുരം എയർപോർട്ട് അന്ന് തിരുവേനിക്ക് ഒരു കോൺഗ്രസ് ക്ലാസിക് കാറാണ്, യൂണിറ്റ് കാറാണ്. ഇപ്പോൾ ഡ്രൈവർ രാജു ഞാനും കൂടെ മുമ്പിലിരിക്കും, തിരുവേനി പുറകിലിരിക്കും ചാരിപ്പടാം. അപ്പോൾ നിങ്ങൾക്ക് ആ നാട് അറിയാവുന്നവർക്കറിയാം, മാരാമണ്ണ് നുവാടിശ്ശേരിയും തിരിച്ചാൽ ആറന്മുള വഴിയാണ് കുളനാട് ചെന്ന് MC റോഡിൽ കയറും, എന്നിട്ട് നേരെ പോകും. അപ്പോൾ ഞാനിങ്ങനെ മുമ്പിലിരിക്കും. വണ്ടി കുളനാട് ചെന്ന് MC റോഡിൽ കയറി പന്തള NSS കോളേജിൻ്റെ അടുത്തിയായിരുന്നു. 5 വർഷം ഞാൻ അടിച്ച് കളിച്ച് നടന്ന കോളേജാണ്. ഡിഗ്രിയും പഠിച്ചത് പന്തള NSS കോളേജാണ്. ഞാൻ ആ കോളേജിലോട്ട് നോക്കത്തില്ല. എനിക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, തിരുവനന്തപുരം എയർപോർട്ടാണ്. ഞാൻ 5 വർഷം അടിച്ച് പൊടിച്ച് നടന്ന കോളേജിൽ നിന്ന് പെൺപിള്ളേർ ഇറങ്ങി വരും. അന്ന് എനിക്ക് വയസ്സ് 24 കൊടുക്കും. ഞാൻ നോക്കത്തില്ല. എനിക്കൊരൊറ്റ നോട്ടേ ഉള്ളൂ, തിരുവനന്തപുരം എയർപോർട്ട്. ഞങ്ങൾ തുമ്പോട്ട് നോക്കി തിരുവനന്തപുരം എയർപോർട്ടിൽ പോകുന്ന ആളുകൾ കൊട്ടാരക്കര കൊണ്ട് നിർത്തി വെച്ചാൽ അവിടുത്തെ ഹോട്ടലിൽ കയറി ഒരു മസാല ദോശ കഴിക്കുന്ന ഒരു കിലോ ഉണ്ടായിരുന്നു. അങ്ങനെ തിരുവേൻ്റെ കൂടെ കൊട്ടാരക്കര ചെയ്യുമ്പോൾ ഞാൻ ഹോട്ടലിലേക്ക് നോക്കത്തില്ല. എനിക്ക് വിശപ്പില്ല, മസാല ദോശ വേണ്ട തന്നെ. എനിക്കൊരൊറ്റ നോട്ടേ ഉള്ളൂ, തിരുവനന്തപുരം എയർപോർട്ട്. ഒരു തിരുവനന്തപുരത്തിന് കേശവദാസപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇന്ന് കയറുന്നതെന്നറിയാം. അന്നത്തെ ഇപ്പോൾ ഹൈവേ ഒക്കെ വന്നിട്ടുണ്ട്. കേശവദാസപുരത്ത് ചെല്ലുമ്പോൾ അവിടെയാണ് പുതിയ സിനിമാ പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ തിളങ്ങിയ കാലമാണ്. ഞാൻ നോക്കുന്നില്ല. എനിക്കൊരൊറ്റ നോട്ടേ ഉള്ളൂ, തിരുവനന്തപുരം എയർപോർട്ട്. തിരുവനന്തപുരത്ത് കൊണ്ടുപോയി തിരുമേനി ഇറക്കി കൊണ്ടുപോയി തിരിച്ചു വരുവാൻ തിരിച്ചു വന്ന് കേശവാസപുരത്ത് വരുമ്പോൾ ഞാൻ ഉണ്ടാക്കി നിർത്തില്ല. ആ പോസ്റ്ററൊക്കെ നോക്കി ഏതൊക്കെ സിനിമയാണ്, ഏത് തിയേറ്ററിലാണ് എല്ലാം നോക്കി പഠിക്കും. എന്നിട്ട് കൊട്ടാരക്കര വന്ന് രാജുവിന് ഒരു മസാല ദോശ വാങ്ങി കൊടുക്കും, ഞാനും ഒക്കെ വാങ്ങിച്ചില്ല. എന്നിട്ട് പന്തളം കോളേജിൽ അവിടുത്തെ നിർത്തി കുറേ നേരം അവിടെ നിർത്തി അവിടെ വരുന്നവരെയൊക്കെ കണ്ട് അതൊക്കെ വെടിയേറ്റ് അതൊക്കെ അവിടെ നിന്ന് കിട്ടും. എന്നിട്ട് കൊളാറ വന്ന് കഴിയുമ്പോൾ ഈ തുമ്പോണ് എൻ്റെ വീട്. അപ്പോൾ തുമ്പോനോട് പോയാലും ആറന്മുളക്കൂടെ പോയാലും ഒരേ ദൂരം. അപ്പം ഞാൻ രാജുവിനോട് നമുക്ക് തുമ്പോനോട് പോകാം. ഒരു കാര്യമില്ല പോയിട്ട്, എന്നാലും അതിന് പോകും. പോയി ഈ കാറ് കൊണ്ടുപോയി ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ ആ റോഡിലിടും. എന്നിട്ട് ഞാൻ വെറുതെ വീട്ടിൽ വരെ പോകും. ഒരു കാര്യമില്ല വീട്ടിൽ പോകാൻ, എന്നാലും ഞാൻ പോകും. എന്തിനാണെന്നറിയോ? ഞാൻ പോയേച്ച് തിരിച്ചു വരുന്നത് വരെ ഈ വലിയ വണ്ടി കണ്ടുകൊണ്ട് ആളുകളെല്ലാം ഇവിടെ കൂടണം. എന്നിട്ട് ആര് വന്നാന്ന് ചോദിക്കും. അപ്പോൾ പറയുന്നു PP തോമസിന് എന്തോ ഒരു അഹംഭാവമല്ലേ. എന്താ വ്യത്യാസം? അങ്ങോട്ട് പോയപ്പോൾ തിരുമേനി വണ്ടിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മര്യാദരാമനായിരുന്നു.
തിരിച്ചു വന്നപ്പോൾ തിരുമേനി കൂടെയില്ല. ഇതല്ലേ നിന്റെ പ്രശ്നം? നീ കർത്താവിന്റെ കൂടെ നടന്നാൽ ഇപ്പൊ നീ പറയുന്നൊന്നും നിനക്ക് പറയാൻ പറ്റില്ല. അപ്പൊ പത്രോസിനേക്കാൾ മോശമല്ലേ നമ്മൾ ദൂരവേ അനുഗമിക്കുന്നവരല്ലേ, കർത്താവിനോട് കൂടെ നടക്കുന്നവരാണ് എന്ന് ധൈര്യത്തോടെ ചങ്കെ കൈവച്ചോട് പറയാമോ ഈ രാത്രി? ഇല്ലെങ്കിൽ ഓർത്തോണം, നീ ദൂരവാരം നടന്നാൽ അപകടമാണ് ഫലം. നീ കരയേണ്ടി വരും, നിലവിളിക്കേണ്ടി വരും. രണ്ടാമത്തെ പ്രശ്നം നമുക്കറിയാം. എന്താണ്? അവൻ മഹാപുരോഹിതന്റെ അരമനയുടെ മുറ്റത്ത് കയറിയിരുന്നു. വല്ല കാര്യമുള്ളൂ? ഞാൻ ഇങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അവൻ ഇരിക്കരുതാത്തടത്ത് കയറിയിരുന്നു. ഇവിടെ ഒരു ദൈവ പൈതൽ ഇരിക്കരുതാത്ത ചില സ്ഥലങ്ങളുണ്ട്. ഒരു ദൈവ പൈതൽ നിൽക്കരുതാത്ത ചില സ്ഥലങ്ങളുണ്ട്. കർത്താവ് വൈകുന്നേരം അവനോട് പറഞ്ഞാണ്, മക്കളെ പൊക്കോ, 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് കാണാം, നിങ്ങൾ ഗലീലയ്ക്ക് പൊക്കോ എനിക്ക് മുമ്പേ. അവൻ പോവുകയില്ല. അവൻ പുറകെ പോയി ദൂരെ നിന്ന് അനുഗമിച്ച് മഹാപുരോഹിതന്റെ അരമനയുടെ മുറ്റത്ത് ഒരു ആവശ്യമില്ലാത്തത് കയറിയിരുന്നു. അവിടെ കയറിയിരുന്നപ്പോൾ എന്ത് പറ്റി? നമുക്ക് അതോടെ വായിച്ച് അവസാനിപ്പിക്കാം. 26-ാം അധ്യായം 69-70 വാക്യങ്ങൾ. 26-ന്റെ 69-70. എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്ത് ഇരുന്നു. അവന്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു. ആരാ ഇപ്പൊ വന്ന്? പുതിയ കമ്പനിയെ കണ്ടോ? ആരാ വന്നേ? ഒരു വേലക്കാരത്തി വന്നു. ഇന്നലെ വരെ ആരായിരുന്നു കമ്പനി? യേശു, യാക്കോബ്, യോഹന്നാൻ. ഇത് മിടുക്കനായിട്ട് അപ്പക്കൊട്ടയിൽ തന്നെ വിട്ടുകൊണ്ട് നടന്നു കൂടിയാണ്. ഇപ്പൊ അവൻ ഒരിടത്ത് പോയിരുന്നു. അവന്റെ അടുത്ത് കമ്പനി വന്നു. ആരാ? ഒരു വേലക്കാരത്തി വന്നു. എന്നിട്ട് അവരോട് ഡയലോഗിൽ ഏർപ്പെട്ടു. എന്തോ ഡയലോഗ്? നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവിടെ ചുമ്മാ ഒരു ഡയലോഗിൽ ഏർപ്പെട്ടതാണ്. നീ ആ യേശുവിന്റെ കൂടെ ഉള്ള ആളല്ലേ? ഞാൻ പറഞ്ഞ മറുപടി എന്തോ? അതിനവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളി പറഞ്ഞു. പത്രോസ് പറയണം, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട്. ഓക്കേ, ആരോടാ? ഒരു വേലക്കാരൻ. അവൾ ചുമ്മാ ചോദിക്കുക. കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞ്? ഹല്ലേലൂയ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ പിടിച്ച പുള്ളിയാണ്. ഇപ്പൊ പറയാണ്, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് തിരിയുന്നില്ല. എന്താ പറ്റിയെന്നറിയോ? അവൻ അവിടെ പോയി ഇരിക്കാതിരുന്നായിരുന്നെങ്കിൽ ഈ ഗതികേട് അവൻ ഉണ്ടാവുമായിരുന്നു. ഒരു കേവല വേലക്കാരന്റെ മുമ്പിൽ അവൻ പറയാണ്, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട്. പത്രോസ് അവന്റെ ട്രാൻസ്ഫർ വാങ്ങിച്ചു പോയി. അവിടെ അവൻ എഴുന്നേറ്റ് പടിപ്പുരയിലേക്ക് പോയി. വായിച്ചു, താഴോട്ട് വായിച്ചു. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ട് അടുത്ത പുള്ളി വന്നിട്ടുണ്ട്. ആരാ വന്നേക്കുന്നത്? കമ്പനി എന്റെ ഈ സൈസാണ്. പിന്നെ അടുത്ത ഒരാൾ വന്നു. ഒരു ദൈവവായത്തിൽ ഇരിക്കരുതാത്ത സ്ഥലത്ത് കയറി ഇരുന്നാൽ കിട്ടുന്ന കമ്പനി ഈ സൈസാണ്. അടുത്ത ഒരിക്കൽ അവിടെ ഒരു ഡയലോഗിൽ ഏർപ്പെട്ടു. എന്തുവാ? അവിടെയുള്ളവരോട് ഇവനും നസറായനായ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോടെ തള്ളി പറഞ്ഞു. ഇപ്പൊ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായി. എന്താ പറഞ്ഞെന്നറിയാവോ? ആ സ്ത്രീയോട് പറയണം, എന്റെ ദൈവത്തിനോട് എനിക്ക് പോലും അറിയത്തില്ല. ആരെയാ? യേശുവിന്. വല്ല കാര്യമുള്ളൂ? അടുത്ത ഭാഗം വായിക്കാൻ വലിയ രസമാണ്. അവിടെ ചെന്ന് പരിചയമില്ലാത്തവർ തന്റെ പെണ്ണുങ്ങളോടൊക്കെ കുശലം പറയുന്നത് കണ്ടപ്പോൾ അവിടെ നിന്നവരെല്ലാം കൂടെ അടുത്ത് പോയി. 73-ാമത്തെ പദ്യം വായിച്ചു. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്ത് വന്നു. നിന്നവരെല്ലാം കൂടെ അടുത്ത് വന്നു. ഞങ്ങളുടെ നാട്ടിൽ ഈ പെണ്ണുങ്ങളോട് ഒരു ഡയലോഗ് അടിക്കുന്നതെന്ന് അറിയാൻ അവരടുത്ത് വന്നു. നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം. അവർക്കെങ്ങനെ മനസ്സിലായി? നിന്റെ ഉച്ചാരണവും കൂടെ അത് വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. നിന്റെ ആക്സെന്റ് കേട്ടാൽ അറിയാം, നിന്റെ ലാംഗ്വേജ് കേട്ടാൽ അറിയാം നീ അവന്റെ കൂടെ. നമ്മുടെ ചില പുള്ളികളുടെയൊക്കെ ലക്ഷണം കണ്ടാൽ ഈ വിദേശത്തൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കണ്ടു. ചിലപ്പോൾ വിദേശത്ത് ഇങ്ങോട്ട് വന്നുള്ളൂ. അപ്പോൾ അവിടെ താമസം ഞങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ 2 വർഷത്തിൽ ഒരിക്കലേ കൊടുത്തുള്ളൂ. ഒത്താവത്ത് പോയപ്പോഴും അവിടെ ചെന്ന് ഓരോന്നിനെ കാണുമ്പോൾ ഓരോന്നിനെ ഡയലോഗൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എവിടെ വീട്? ചിറ്റാറിയിൽ പോയതാണ്. പക്ഷെ വർത്തമാനം കേട്ടാ അറിയാം നീ ഏതാ. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ ഞാൻ എൻ്റെ ഒരു അനുഭവം. ഞാൻ 1994 അമേരിക്ക പഠിക്കാൻ പോകും. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ പോകുന്നത്. 12 NSS കോളേജിൽ നിന്നാണ് ഡിഗ്രി കഴിഞ്ഞത്. കോട്ടയം സെമിനാരിൽ നിന്നാണ് BD പഠിച്ചത്.
എന്തൊക്കെ ഇംഗ്ലീഷിൻ്റെ ആ ഒരു വലിയ ജ്ഞാനം നിങ്ങൾക്ക് ബോധ്യമായി കാണുന്നുണ്ട്. ഞങ്ങൾ സെമിനാരി പഠിക്കുമ്പോൾ ഞങ്ങളുടെ സെമിനാരി ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഞങ്ങളൊക്കെ ദോശിശോയ്ക്ക് ഞാനും ഒക്കെ പഠിക്കുന്ന ഒരു നിയമമുണ്ട്. സെമിനാരിയിൽ പൊതുവെ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷേ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഫൈൻ അടിക്കും. അതുകൊണ്ട് അച്ഛനും ഞാനും ഒക്കെ 3 വർഷം തുറന്നിട്ടില്ല. അത്രയ്ക്ക് മിടുക്കന്മാരാണ് ഞങ്ങൾ. തുറന്നിട്ട് വേണമല്ലോ ഫൈൻ അടിക്കാൻ. ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ജ്ഞാനം. അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് സ്പോർട്സ് പ്രേമിയാണ്. നമുക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ കൂട്ടുകാർ ആളുകളൊക്കെ ഈ ഓരോ ചുമതലയിൽ ഒരു സ്പോർട്സ് സെക്രട്ടറി ആയിട്ട് ഞങ്ങളുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ പഠിച്ചത്. പുള്ളിക്ക് ഒരു അനൗൺസ്മെന്റ് നടത്തണം, അത്രേ ഉള്ള കാര്യം. നാളെ മഴ ഉണ്ടെങ്കിൽ കളിയില്ല, മഴയില്ലെങ്കിൽ കളിയുണ്ട്. ഇത്രയൊന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റത്തുള്ളൂ. പുള്ളി എഴുന്നേറ്റ് 5 മിനിറ്റ് ശ്വാസം പിടിച്ചു നോക്കി, ഒരു രക്ഷയില്ല. മലയാളം പറഞ്ഞാൽ ഫൈനടിക്കും. ഞങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞാൽ യെസ് മഴ, നോ കളി, നോ മഴ, യെസ്. അതായത് ഇംഗ്ലീഷ്. ഈ ഇംഗ്ലീഷ് പഠിച്ചാണ് ഞാൻ പ്രൊഫഷണലി പോയിരിക്കുക പഠിക്കാൻ. സാഹിബ് എന്താ പറഞ്ഞത് 6 മാസം കഴിഞ്ഞ് എനിക്ക് മനസ്സിലായപ്പോൾ തന്നെ. അപ്പോഴത്തേക്ക് ഒരു സെമസ്റ്റർ കഴിഞ്ഞു. പക്ഷെ എന്നെ അതിനേക്കാൾ സങ്കടപ്പെടുത്തിയ വിഷയം അതല്ല. അവിടുത്തെ കഫറ്റീരിയാണ്. പ്രൊഫഷണലിൻ്റെ കഫറ്റീരിയ എന്ന് പറഞ്ഞാൽ ഈ പന്തല് 4ആയിട്ട് വീട് നിരത്തി വെച്ച അത്ര നീളമുണ്ട്. എന്തെല്ലാം സാധനം വെച്ചേക്കെന്നറിയാം, പോച്ചയും പുല്ലും ഒക്കെ. നമ്മുടെ നാട്ടിൽ ആടിന് കൊടുത്തിരുന്ന സാധനമൊക്കെ അവിടെ വെച്ചാൽ അന്ന് ആദ്യമായിട്ട് ഈ സാധനയുടെ വാക്ക് പോലും കേൾക്കുന്നു. കോഴിയൊക്കെ കൊണ്ടിരിപ്പുണ്ട്, പക്ഷെ വെളുത്ത സാഹിബിനേക്കാൾ വെളുത്തായിരിക്കുന്നു. എങ്ങനെ തിന്നും? ഞാൻ നടന്ന് എനിക്ക് പരിചയമുള്ളൊരു സാധനമാണ്. ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ അവിടെ വാട്ട് ഈസ് ദിസ്? പിന്നെ അവിടെ വന്ന് പറഞ്ഞു പൊരേരോ. ദിസ് ഈസ് പൊരേരോ. അപ്പോൾ CSI ഷൈനച്ചൻ അവിടെ പഠിക്കുന്നത്, ഡോക്ടർ ഷൈൻ. ഷൈനച്ചൻ പൊട്ടാറ്റോ ഉണ്ടോ? പൊട്ടാറ്റോ നമ്മൾ പഠിച്ചേക്ക് പോയിരിക്കുക. വാട്ടർ എന്ന് പറഞ്ഞില്ലാതെ സാറ് ശരിക്കും പിടിച്ചിരിക്കുമായിരുന്നു. അവിടെ ഞാൻ സാഹിബ് വാട നിന്റെ ആക്സെന്റ് കേട്ടാൽ അറിയാം നീ ആരാണ് എന്ന്. മറക്കരുത് കേട്ടോ. ദൈവനമ്പരാൻ നിനക്ക് ചില ആസ്തിയും തന്ന് ഒരു ജോലിയും തന്നു കഴിഞ്ഞപ്പോൾ നീ അങ്ങ് ആരാണ്ടാണെന്നും പറഞ്ഞു നീ നടന്നാൽ നിന്റെ ഭാഷ കേൾക്കുമ്പോൾ അറിയാം നീ ആരാ സാധനമാണ്. പത്രോസിനോട് അവർ പറഞ്ഞ ഓർമ്മയുണ്ടോ? നിന്റെ ഉച്ചാരണം കൂടെ അത് വെളിവാക്കുന്നു. ഭാഷയുടെ കാര്യം പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. ഞാൻ നാട്ടിൽ വന്ന ഈ തെക്കൊരു പള്ളിയിൽ ചുമതലയ്ക്കുന്നു. അപ്പോൾ അവിടെ കൺവെൻഷനെ കുറിച്ച് കമ്മിറ്റി ആലോചിക്കും. എന്താ പറയാം, നല്ല പ്രസംഗനെ വിളിച്ചേക്കണം കേട്ടോ. എനിക്ക് നല്ല പ്രസംഗനെ വിളിക്കാം, കേൾക്കാൻ ആളൊരു തോനെ ഒരു വെച്ച. ഞാൻ സഹോദര പ്രാർത്ഥന കേൾക്കാൻ പ്രസംഗം കേൾക്കാൻ ആളൊരു തോനെ ഒരു വെച്ച. ഞാൻ നിന്നോട് അതല്ല ഞാൻ ചോദിച്ചത്. കൺവെൻഷൻ കേൾക്കാൻ ആളൊരു പിന്നെ പറയാം തോനെ ഒരു വെച്ച. അപ്പോഴേ അവർക്ക് മെച്ചത്തോനെ എന്ന് പറഞ്ഞാൽ ധാരാളം വരും എന്നാണ്. നിന്റെ ഭാഷ കേൾക്കാൻ അറിയാൻ നീ നാട്ടുകാരാണ്. ഞാൻ അലക്സാണ്ടർ മാർത്താമ്മയോട് കുന്നംകുളത്തൊരു പള്ളിക്കുണ്ട്. ഐറൻസിയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ എന്നെ കൂടെ വിട്ടു. പാവങ്ങളാണ് വടക്കോട്ട് വന്നിട്ട്. പിന്നെ ഇഷ്ടമെന്തരാണ് മനുഷ്യൻ. അവിടെ ചെന്ന് അവിടുത്തെ ട്രസ്റ്റി ഉണ്ട്. കുർബാന കഴിഞ്ഞ ട്രസ്റ്റി കപ്പേരോട്ട് അങ്ങനെ വേറെ കാര്യമൊക്കെ നോക്കിയേക്കാണ്. ഞാൻ അത്യാവശ്യം തുറം വരെ പോയി നോക്കണം. മുകളിൽ മണിക്കൂർ ഓട്ടോ പുള്ളി ഓടിയിൽ തിരിച്ചു വന്നപ്പോൾ തിരുമേനി ഞാനും കൂടെ സൈഡ് റൂമിൽ ഇരിക്കുക, കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക. മുറ്റത്ത് വന്നപ്പോൾ ട്രസ്റ്റി കപ്പേരോട്ട് തിരുമേനിക്ക് തീറ്റ കൊടുത്തോടാ. ഞാൻ വലിയ ദൈവമേ നമ്മുടെ നാട്ടിൽ ആടിനൊക്കെ തീറ്റ കൊടുക്കുന്നത്. തീറ്റ ഒരൊറ്റ തീറ്റ കൊടുക്കും. ഞാൻ അവിടെ നിന്ന് ചിരിച്ചപ്പോൾ തിരുവനന്തപുരം ഇവിടെ കുഴപ്പമില്ല, ഈ തീറ്റി എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നാ പുള്ളി ഉദ്ദേശിച്ചത്. നിന്റെ ആക്സെന്റ് കേട്ടാൽ അറിയാം നീ ആരാ. നിന്റെ ഇരിപ്പും ഭാവമൊക്കെ കണ്ട ക്ലിൻ്റൻ്റെ പെങ്ങളുടെ മോളാന്ന് തോന്നുന്നു. നീ ഇരിക്കാത്ത സ്ഥലത്ത് ഇരുന്നാൽ പറ്റുന്ന കുഴപ്പമില്ല. പ്രിയപ്പെട്ടവരെ, അവൻ എന്താ പറ്റുന്നറിയാം. അവൻ അവിടെ പറഞ്ഞൊരു വാക്യം 74-ാമത്തെ വാക്യം വായിച്ചു അവസാനിപ്പിക്കുക. അപ്പോൾ അവൻ ആ മനുഷ്യനെ അറിയുന്നില്ല എന്ന് ഇതൊരു ഗതികേടാണ്. യേശു കർത്താവിന്റെ പുറകെ നടന്ന് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവാണ് എന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്തിയ പത്രോസ് വെറും ശീമോനായിരുന്നവനെ പത്രോസാക്കിയ മറ്റേ കർത്താവിനെ കുറിച്ച് അവൻ അറിയുന്നില്ല എന്ന് ആണയിട്ട് പറയാനും പ്രാകാനും ആണയിട്ടുകാനും ഗതികേടുണ്ടായത് അവരിരിക്കരുതാത്ത സ്ഥലത്ത് കയറിയിരുന്നതുകൊണ്ടാണ്.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതൽ നിൽക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്, ഒരു ദൈവ പൈതൽ ഇരിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. നീ അവിടെ പോയി നിൽക്കുകയും ഇരിക്കുകയും ചെയ്താൽ നിന്റെ ജീവിതം ഗതികേടിലാവുമെന്ന് ഈ രാത്രി ഓർത്താണ്. വായിക്കാൻ മനോഹര വാക്കിലോ സമയമില്ലാത്ത നിർത്തട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ആ ഒരൊറ്റ നോട്ടം പത്രോസിന്റെ ഹൃദയം തുളച്ചകത്ത് പോയി. ആ യേശുവിന്റെ നോട്ടം നിങ്ങളും ശ്രദ്ധിക്കണം. തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കി ചോര വാർന്നൊലിക്കുന്ന മുഖവുമാണ്. ശരീരത്തോടെ തുണി മുഴുവൻ വലിച്ചു കീറി ഒരു കീർത്തിശീല ചുറ്റി നിർത്തിയിരിക്കുന്ന മനുഷ്യനാണ്. ശരീരം മുഴുവൻ ചാട്ടവാർ കൊണ്ട് അടിച്ച് പൊട്ടിച്ച് ചോര ഒലിക്കുന്ന രൂപമാണ് യേശു കർത്താവ്. ആ യേശു ഇതുപോലെ അതിദാരുണമായി അടികൊണ്ട് ശരീരം മുഴുവൻ പൊട്ടി തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കി ഓരോ മുള്ളിനടിയിലൂടെ ചോര ഇറങ്ങി മുഖത്തോടെ വാർന്നൊലിച്ച് നിൽക്കുമ്പോൾ പത്രോസ് എന്ന് പറയുന്ന മിടുക്കൻ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങുമ്പോൾ ദയനീയമായി യേശു പത്രോസിനെ നോക്കി. ആ നോട്ടം സഹിക്കാനാവാതെയാണ് പത്രോസ് പുറത്തിറങ്ങി പൊട്ടിക്കരയുന്നത്. ആ നോട്ടം പത്രോസിന്റെ ഉള്ളറകളെ തുളച്ച് കയറിക്കളഞ്ഞു. അവന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയും. അവൻ അലറി വിളിക്കുകയാണ് ആ മഹാലോകത്തിന് മുറ്റത്തിറങ്ങി. പ്രിയപ്പെട്ടവരെ, പത്രോസിനെ പിന്നെ നോക്കിയാൽ ഈ ഒരൊറ്റ യേശുവിന്റെ നോട്ടം അവനെ വല്ലാതെ ഹോം ചെയ്യുന്നുള്ളത് നമുക്ക് കാണാം. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആദ്യം വന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പത്രോസ് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് തോമസ് കൂടെ ഇല്ലായിരുന്നു. തോമസ് കർത്താവ് വന്നു എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാതിരുന്നപ്പോൾ കർത്താവിനെ കണ്ടുവന്ന് പറഞ്ഞ ആളാണ് പത്രോസ്. ഒരാഴ്ച കഴിഞ്ഞ് തോമസിന് വേണ്ടി കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ വീണ്ടും പത്രോസ് കണ്ടതാണ് യേശുവിനെ. പക്ഷേ പത്രോസിന്റെ കണ്ണിൽ ഇപ്പോഴും ഇരിക്കുന്നത് ചുവന്ന് കലങ്ങിയ കണ്ണുകളുമായി തന്നെ തുറിച്ചു നോക്കുന്ന യേശുവിനെ. അതുകൊണ്ട് പല പ്രാവശ്യം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടിട്ടും പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. തൻ്റെ പഴയ തൊഴിലിലേക്ക് പോകും. കാരണം അവന് പിടിച്ചു നിൽക്കാൻ വയ്യാത്ത ഹൃദയവേദനയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഒരു രാത്രി മുഴുവൻ ഗലീലക്കടലിൽ അരിച്ചു പെറുക്കിയിട്ട് ഒരു മീനെ പോലും കിട്ടിയില്ല. അവന്റെ ഏറ്റവും എക്സ്പെർട്ടായ മേഖലയിൽ അവന്റെ എക്സ്പെർട്ടീസ് മുഴുവൻ ഉപയോഗിച്ചിട്ട് ഒരൊറ്റ മീനെ പോലും കിട്ടിയില്ല. അത്രയ്ക്ക് തകർന്നുപോയി പത്രോസ്. തകർന്ന് തരിപ്പണമായി പോയ പത്രോസിനെയാണ് വിശുദ്ധ വേദപുസ്തകം നമ്മൾ കാണുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞ 3 മേഖലകളിൽ എവിടെയെങ്കിലും പരാജയം സംഭവിച്ചാൽ പിന്നെ നമുക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങൾ ഇതൊക്കെയാണ്. എന്ത് ചെയ്താലും ശരിയാവാതെ വരുന്നു. ജീവിതത്തിൽ ആകെപ്പാട് ദുഃഖമാണ്. കാരണം നീ ഓരോ പ്രാവശ്യം അബദ്ധത്തിൽ ചെന്ന് ചാടുമ്പോഴും നിന്നെ നോക്കി കരയുന്ന കലങ്ങിയ കണ്ണുകളുമായി നിന്നെ നോക്കുന്ന ഒരു യേശുവിനെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തകർന്ന അവശനായി ആരെ ഉപേക്ഷിക്കുന്നവനാണ് ദൈവം. ഞാനൊരു പ്രത്യാശയുടെ സന്ദേശം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിലെത്തുമ്പോൾ ഈ സംഭവം വ്യാഖ്യാനിക്കുമ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട്, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടാതെ കരയ്ക്കിറങ്ങി വരാൻ പോകുന്ന കൂട്ടുകാരെ കാണുമ്പോൾ യേശു ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി വെച്ച് കരയിൽ നിന്ന് ശിമോനോടും കൂട്ടരോടും പറയുന്നുണ്ട്, നിങ്ങൾ പടകിന്റെ വലതു ഭാഗത്ത് വല വീശുക. പെരുത്ത മീൻകൂട്ടം, നമുക്കറിയാമല്ലോ 153 വലിയ മീനെ കിട്ടിയതാണ്. ഇസ്രായേലിൽ പണ്ഡിതന്മാർ പറയുന്നൊരു വാക്കുണ്ട്, ഗലീലക്കടലിൽ 153 തരം മീനുകളുണ്ടെന്നാണ്. 153 സ്പീഷീസ് ഓഫ് ഫിഷ്. ഓരോന്നിന്റെ ഓരോ റെപ്രസെന്റേറ്റീവിനെ പത്രോസിന് കൊടുത്തുന്നാ പറയുന്നത്. ഇപ്പോൾ നല്ല ഗലീലക്കടലിലുണ്ടായിരുന്ന സകല മീനിന്റെയും ഓരോന്നിനെ പത്രോസിന് ദൈവം നൽകുകയാണ്. എന്നിട്ട് പത്രോസ് ആ മീനുമായി കരയിൽ വരുമ്പോൾ യേശു പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, വായിക്കാൻ നേരെയില്ല. യേശുവോട് വിളിക്കുന്ന വിളി ഓർത്തോണം, യോഹന്നാന്റെ മകനായ ശീമോനെ. വല്ലതും തോന്നിയിട്ടുണ്ടോ അത് വായിച്ചിട്ട്? യോഹന്നാന്റെ മകനായ ശീമോനായി യേശുവിന്റെ അടുത്ത് വന്നവനെ ഒരൊറ്റ നോട്ടത്തിൽ നീ ഇനി ശീമോനല്ല പാറയാണ് എന്ന് പറഞ്ഞ് പേര് മാറ്റിയവൻ 3.5 വർഷം കഴിയുമ്പോൾ അതേ മനുഷ്യനെ വിളിക്കുകയാണ് യോഹന്നാന്റെ മകനായ ശീമോനെ. അവന് മനസ്സിലായോ? പത്രോസ് ആകും എന്നാഗ്രഹിച്ചു, പത്രോസ് ആകണം എന്ന് ആഗ്രഹിച്ചു തൻ്റെ കൂടെ കൂട്ടിയ പത്രോസ് 3.5 വർഷം നടന്നിട്ടും പത്രോസിന്റെ ഒരു പടി പോലും വളർന്നില്ല എന്ന് മനസ്സിലായപ്പോൾ യേശു അവനെ പഴയ പേര് വിളിക്കുകയാണ്, അപ്പന്റെ പേര് ചേർത്ത് വിളിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു. പത്രോസ്, ഉപകർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. യേശു വീണ്ടും ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ,
നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഉപകർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. യേശു വിട്ടില്ല. മൂന്നാമത് യേശു വീണ്ടും ചോദിക്കുകയാണ്. ഇത് വായിക്കുമ്പോൾ നമുക്ക് യേശു എന്നെ പൊട്ടനാണോ? കേട്ടില്ലേ? 2 പ്രാവശ്യം പറഞ്ഞല്ലേ സ്നേഹമുണ്ടെന്ന്. പക്ഷെ വിടുകയല്ല കേട്ടോ. 3 പ്രാവശ്യം പരസ്യമായി തള്ളി പറഞ്ഞവനെ കൊണ്ട് 3 പ്രാവശ്യം ഏത്തമിടിയിട്ട് പറയിപ്പിച്ചു, എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന്. പക്ഷെ മൂന്നാമത്തെ ചോദ്യത്തിന് പത്രോസിന് കാര്യം മനസ്സിലായപ്പോൾ പത്രോസ് ഒരു ഡയലോഗും പറഞ്ഞില്ല. പത്രോസ് അവിടെ പറഞ്ഞൊരു വാചകമുണ്ട്, നീ സകലവും അറിയുന്നുവല്ലോ. കർത്താവേ, ഞാൻ ഇനി ഒരു ഡയലോഗും പറയുന്നില്ല, നിനക്കെന്നെ നന്നായി അറിയാമല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഗോഡ് നോസ് ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് us ഇൻ ആൻഡ് ഔട്ട്. നിന്റെ അകവും പുറവും അറിയാവുന്ന ദൈവത്തിന് മുമ്പിലാണ് ഇരിക്കുന്നത്. Almighty God knows in and out, through and through, each and every one of us. നമ്മളിൽ ഓരോരുത്തരെയും അകംപുറം അറിയുന്നവൻ, നമ്മുടെ ഉള്ളറകളെ അറിയുന്നവനാണ് കർത്താവ്. ആ കർത്താവിന് മുമ്പിൽ ഇനി ഡയലോഗും കൊണ്ട് എഴുന്നേക്കരുത്. പകരം പത്രോസ് പറഞ്ഞ ഒറ്റ വാചകം പറയാമോ? കർത്താവേ, നിനക്കെന്നെ അറിയാമല്ലോ, സകലവും അറിയാമല്ലോ. അങ്ങനെ അവനെ തകർത്ത് വിടാൻ കർത്താവിന് താല്പര്യമില്ല. ആ പത്രോസിനെ കർത്താവ് തിരിച്ചു പത്രോസാക്കുകയാണ്. ഒറ്റ വാചകം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. പത്രോസിന്റെ ആദ്യ പ്രസംഗത്തിൽ 3000 പേരാണ് മാനസാന്തരപ്പെട്ടത്. ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് മാനസാന്തരപ്പെട്ടു. അവനെ വീണ്ടും റീജുവനേറ്റ് ചെയ്യുന്നു. അവനെ വീണ്ടും പത്രോസാക്കി മാറ്റുന്ന കർത്താവ് ഈ രാത്രി ഈ പന്തലിൽ എഴുന്നള്ളിയിട്ടുണ്ട്. ഇന്ന് ഈ പന്തലിൽ ഇരിക്കുന്ന ദൈവമക്കളെ, രാത്രി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യട്ടെ. നിന്റെ പ്രാർത്ഥനാ ജീവിതം പരാജയപ്പെട്ടു പോയെങ്കിൽ, നിന്റെ ജീവിതത്തിൽ അഹംഭാവം വന്ന് നിനക്ക് ജീവിതത്തിൽ പരാജയം സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ, നീ കർത്താവിനെ ദൂരവേ അനുഗമിക്കുന്നുണ്ടെങ്കിൽ, ഇതുവരെ നീ എവിടെയെങ്കിലും എനിക്കല്ലാത്ത സ്ഥലത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതം പരാജയമാണെങ്കിൽ, ഈ രാത്രി നിന്നെ വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ കഴിവുള്ള, യഥാസ്ഥാനപ്പെടുത്താൻ കഴിവുള്ള കർത്താവ് നിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, കർത്താവെ, നിനക്കെന്നെ നന്നായി അറിയാമല്ലോ. ഈ പത്രോസിനെ രൂപാന്തരപ്പെടുത്തിയ യേശു കർത്താവ് നമ്മോട് പറയുകയാണ്, എല്ലാം അറിയുന്ന കർത്താവിനോട് നീ എല്ലാം ഏറ്റു പറഞ്ഞാൽ നിന്നെ അവൻ രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാണ്. ശിമോനെ വീണ്ടും പത്രോസാക്കിയ കർത്താവ് നമ്മയും സ്വീകരിക്കാൻ ഇരു കരവും നീട്ടി നിൽക്കുകയാണ്. ആർ യു റെഡി? ഈ രാത്രി ദൈവസന്നിധി മടങ്ങി വന്ന് നിന്റെ കുറവുകളെ ഏറ്റു പറഞ്ഞ് സമസ്താപരാധവും പുറത്ത് നമ്മെ യഥാസ്ഥാനപ്പെടുത്ത ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank you for your patient hearing. God bless you all. Thank you once again.